എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒ ചന്തു മേനോൻ്റെ ഇന്ദുലേഖ എന്നൊരു നോവലാണ് വായിക്കാൻ പോകുന്നത്. ഇത് എഴുതിയത് പറഞ്ഞതുപോലെ ഒയ്യാരത്ത് ചന്തു മേനോൻ. ഒ ചന്തു മേനോൻ എന്നാണ് നമ്മൾ ചുരുക്കമായിട്ട് പറയുന്നത്. ആദ്യം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖയുടെ കർത്താവാണ് ഒയ്യാരത്ത് ചന്തു മേനോൻ. ഒറ്റ നോവൽ കൊണ്ട് തന്നെ കേരള സാഹിത്യ ചരിത്രത്തിൽ സമുന്നത സ്ഥാനം വഹിക്കുന്നു അദ്ദേഹം. രണ്ടാമത്തെ നോവലായ ശാരദയും വായനക്കാരുടെയും നിരൂപകരുടെയും മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായി. ചന്തു മേനോന് ശാരദയുടെ ഒന്നാം ഭാഗമേ എഴുതാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജനനവും ബാല്യവും കൗമാരവും നോക്കാം. 1847 ജനുവരി 9 പ്രമാണിത്വമുള്ള കുടുംബത്തിലാണ് ചന്തു മേനോൻ ജനിച്ചത്. അച്ഛൻ ഉത്തര കേരളത്തിലെ കോട്ടയം താലൂക്കിൽ തലശ്ശേരി നഗരത്തിന് സമീപം പിണറായി അംശം കോളലൂർ ദേശത്ത് എടപ്പാടി ചന്തു നായർ. അദ്ദേഹം ആദ്യം പോലീസ് അമീനും പിന്നീട് പലയിടങ്ങളായി തഹസിൽദാറുമായി ജോലി നോക്കി. അമ്മ കൊടുങ്ങല്ലൂർ ചിറ്റെഴുത്ത് ഭവനത്തിലെ പാർവതിയമ്മ. 2 പെൺമക്കളും 3 ആൺമക്കളും ഉള്ളതിൽ ഇളയ ആളായിരുന്നു ചന്തു മേനോൻ. ചന്തു നായർ കുറുമ്പ്രനാട് താലൂക്കിൽ നടുവണ്ണൂരിൽ താമസിച്ച് അവിടുത്തെ തഹസിൽദാരായി ജോലി നോക്കുന്ന കാലത്താണ് ചന്തു മേനോൻ ജനിക്കുന്നത്. അവിടെ നിന്ന് കോവിൽക്കണ്ടിലേക്ക് ചന്തു നായർക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ കോതമംഗലം ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലായിരുന്നു ചന്തു മേനോൻ്റെ ബാല്യം. വിദ്യാരംഭം കഴിഞ്ഞ് അദ്ദേഹം നാട്ടെഴുത്തച്ഛൻ്റെ കീഴിൽ പഴയ സമ്പ്രദായത്തിൽ പഠിച്ചതുവരെ കോട്ടയം താലൂക്കിലേക്ക് ചന്തു നായർക്ക് മാറേണ്ടി വന്നു. അങ്ങനെ തലശ്ശേരിയിൽ തിരുവങ്ങാട്ടെ ഒയ്യാരത്ത് വീട്ടിൽ താമസമായി. ആ വഴിക്കാണ് ഒയ്യാരത്ത് ചന്തു മേനോൻ എന്ന പേര് സിദ്ധിക്കുന്നത്. കുഞ്ഞന്നൂർ നമ്പ്യാർ എന്ന വിദ്വാൻ്റെ കീഴിൽ കാവ്യലങ്കാദികൾ പഠിച്ച് സംസ്കൃതത്തിൽ സാമാന്യ പാണ്ഡിത്യം നേടിയ കവിയായിരുന്നു ഒ ചന്തു മേനോൻ. ഇനി നമുക്ക് ഇന്ദുലേഖ എന്ന നോവലിലേക്ക് പോകാം. 1. പ്രാരംഭം. ചാത്തര മേനോൻ. എന്താണ് മാധവ ഇങ്ങനെ സാഹസികമായ വാക്ക് പറഞ്ഞത്? ഒട്ടും നന്നായില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സുപോലെ ചെയ്യട്ടെ. കാരണവന്മാർക്ക് നാം കീഴടങ്ങണ്ടേ? നിന്റെ വാക്ക് കുറെ കവിഞ്ഞുപോയി. മാധവൻ അശേഷം കവിഞ്ഞിട്ടില്ല. സിദ്ധാന്തം ആരും കാണിക്കരുത്. അദ്ദേഹത്തിന് മനസ്സില്ലെങ്കിൽ ചെയ്യേണ്ട. ശീലനെ ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നു. അവനെ ഞാൻ പഠിപ്പിക്കും. കമ്മണിയമ്മ. വേണ്ട കുട്ട, അവൻ എന്നെ പിരിഞ്ഞ് പാർക്കാൻ ആയില്ല. നീ ചാത്തരയോ ഗോപാലനെയോ കൊണ്ടുപോയി പഠിപ്പിച്ചോ. ഏതായാലും നിന്നോട് കാരണവർക്ക് മുഷിഞ്ഞു. ഞങ്ങളോട് മുമ്പ് മുഷിഞ്ഞിട്ടാണെങ്കിലും നിന്നെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ വളരെ താല്പര്യമായിരുന്നു. മാധവൻ. ശരി. ചാത്തര ജ്യേഷ്ഠനെയും ഗോപാലനെയും ഇനി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കൊണ്ടുപോയാൽ വിചിത്രം തന്നെ. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മധ്യേ ഒരു വൃദ്ധൻ വന്നു മാധവനെ അമ്മാമൻ ശങ്കരമേനോൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ മാധവൻ അമ്മാമൻ്റെ മുറിയിലേക്ക് പോയി. ഈ കഥ ഇനിയും പരക്കുന്നതിന് മുമ്പ് മാധവൻ്റെ അവസ്ഥയെക്കുറിച്ച് സ്വല്പമായി ഇവിടെ പ്രസ്താവിക്കേണ്ടി വന്നിരിക്കുന്നു. മാധവൻ്റെ വയസ്സ്, പഞ്ചുമേനുമായുള്ള സംബന്ധ വിവരം, പാസ്സായ പരീക്ഷകളുടെ വിവരം ഇവകളെപ്പറ്റി പീഠികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇയാളെക്കുറിച്ച് പറയുവാനുള്ളത് ചുരുക്കത്തിൽ പറയാം. മാധവൻ അതിബുദ്ധിമാനും അതികോമളനും ആയ ഒരു യുവാവായിരുന്നു. ഇയാളുടെ ബുദ്ധി സാമർഥ്യത്തിൻ്റെ വിശേഷതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങിയതു മുതൽ BL പാസ്സാകുന്നത് വരെ സ്കൂളിൽ അയാൾക്ക് ശ്ലാഘനീയമായി ക്രമോത്കർഷമായി വന്നു ചേർന്ന കീർത്തി തന്നെ സ്പഷ്ടമായും പൂർത്തിയായും വെളിവാക്കിയിരിക്കുന്നു. ഒരു പരീക്ഷയെങ്കിലും മാധവൻ ഒന്നാമത് പോയ പ്രാവശ്യം ജയിക്കാതിരുന്നിട്ടില്ല. FA BA ഇതുകൾ രണ്ടും 1-ാം ക്ലാസ് ആയിട്ടും ജയിച്ചു. BA പരീക്ഷയ്ക്ക് അന്യഭാഷ സംസ്കൃതമായിരുന്നു. സംസ്കൃതത്തിൽ മാധവന് 1-ാം തരം വിൽപ്പത്തിയുണ്ടായി.
BL 1-ാം ക്ലാസ്സിൽ ഒന്നാമനായി ജയിച്ചു. ഇതുകൂടാതെ സ്കൂൾ വകയായ പലവക പരീക്ഷകളും പലപ്പോഴും ജയിച്ചതിനാൽ മാധവന് പല സമ്മാനങ്ങളും വിദ്യാഭിവൃദ്ധിക്ക് നിയമപ്പെടുത്തിയിട്ടുള്ള പലവക പാസ് പടികളും കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ മാധവനെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാർക്കും മാധവനേക്കാൾ സാമർഥ്യവും യോഗ്യതയും ഉണ്ടായിട്ട് അവരുടെ ശിഷ്യന്മാരിൽ ഒരുവനും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന ബോധ്യമാണ് ഉണ്ടായിരുന്നത്. ഈ വിശേഷവിധിയായ ബുദ്ധിക്ക് പാർപ്പിടമായി ഇരിപ്പാൻ തദനുരൂപമായി സൃഷ്ടിച്ചതോ മാധവന്റെ ദേഹം. അന്ന് അയാളെക്കൊണ്ട് പരിചയമായ ഏവനും തോന്നും, ഒരു പുരുഷന്റെ ഗുണദോഷങ്ങളെ വിവരിക്കുന്നതിൽ അവന്റെ ശരീര സൗന്ദര്യം വർണ്ണന വിശേഷവിധിയായി ചെയ്യുന്നത് സാധാരണ അനാവശ്യമാകുന്നു. ബുദ്ധി, സാമർഥ്യം, പഠിപ്പ്, പൗരുഷം, വിനയാദി ഗുണങ്ങൾ ഇതുകളെപ്പറ്റി പറഞ്ഞാൽ മതിയാവുന്നതാണ്. എന്നാൽ മാധവന്റെ ദേഹകാന്തിയെപ്പറ്റി രണ്ടക്ഷരം ഇവിടെ പറയാതിരിക്കുന്നത് ഈ കഥയുടെ അവസ്ഥയ്ക്ക് മതിയായില്ലെന്ന് ഒരേ സമയം എൻ്റെ വായനക്കാർ അഭിപ്രായപ്പെടുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നതിൽ ചുരുക്കി പറയുന്നു. ദേഹം തങ്കവർണ്ണം. ദിനംപ്രതി ശരീരത്തിൻ്റെ ഗുണത്തിനു വേണ്ടി ആചരിച്ചു വരുന്ന വ്യായാമങ്ങളാൽ ഈ യൗവനകാലത്ത് മാധവന്റെ ദേഹം അതിമനോഹരമായിരുന്നു. വേണ്ടതിലധികം അശേഷം തടിക്കാതെയും അശേഷം മെലിഞ്ഞു പോകാതെയും കാണപ്പെടുന്ന മാധവന്റെ കൈകൾ, മാറിടം, കാലുകൾ ഇതുകൾ കാഴ്ചയിൽ സ്വർണം കൊണ്ട് വാർത്തു വെച്ചതോ എന്ന് തോന്നും. ആൾ ദീർഘം ധാരാളമുണ്ട്. മാധവന്റെ ദേഹം അളന്നു നോക്കിയാണെങ്കിൽ പ്രയാസമില്ലാതെ കാലുകളുടെ മുട്ടിന് സമനീളമുള്ള അതിഭംഗിയുള്ളതുമായ മാധവന്റെ കുടുംബ കൊണ്ട് മുട്ടോളം കൃത്യമായി അളക്കാം. മാധവന്റെ മുഖത്തിൻ്റെ കാന്തിയും പൗരുഷശ്രീയും ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം ഉള്ള ഒരു സൗന്ദര്യം, അന്യോന്യമായ യോഗ്യതയും ആകപ്പാടെ മാധവന്റെ മുഖവും ദേഹസ്വഭാവവും കൂടി കാണുമ്പോൾ ഉള്ള ഒരു ശോഭയും അത്ഭുതപ്പെടുത്തക്കതാണെന്നേ പറയുവാനുള്ളൂ. മാധവന് പരിചയമുള്ള സകല യൂറോപ്യന്മാരും വെറും കാഴ്ചയിൽ തന്നെ മാധവനെ കൗതുകം തോന്നി മാധവന്റെ ഇഷ്ടന്മാരായി തീർന്നു. ഇങ്ങനെ ഈ യൗവനാരംഭത്തിൽ തൻ്റെ ശരീരവും കീർത്തിയും അതിമനോഹരമാണെന്ന് സർവ്വജനങ്ങൾക്കും അഭിപ്രായം ഉള്ളത് തനിക്ക് വലിയ ഒരു ഭ്രഷണമാണ്. അത് ഒരിക്കലും ഇല്ലായ്മ ചെയ്യരുതെന്ന വിചാരം കൊണ്ടോ അതല്ല സ്വാഭാവികമായി ബുദ്ധിഗുണം കൊണ്ടോ എന്നറിയില്ല, മാധവൻ സാധാരണ യുവാക്കളിൽ 18 വയസ്സ് മുതൽ ക്രമമായി കല്യാണം ചെയ്ത ഗൃഹസ്ഥാശ്രമികളാവുന്നതിനിടയിൽ നിർഭാഗ്യവശാൽ ചിലപ്പോൾ കാണപ്പെടുന്ന ദുർവ്യാപാരങ്ങളിൽ ഒന്നും അശേഷം പ്രവേശിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി പറയാം. അതുകൊണ്ട് സ്വഭാവേനയുള്ള ദേഹകാന്തിയും മിടുക്കും പൗരുഷത്വവും മാധവൻ പൂർണ്ണ യൗവനമായപ്പോൾ കാണേണ്ടതുണ്ടായിരുന്നു. മാധവന് ഇംഗ്ലീഷിൽ അതിന് നൈപുണ്യമുണ്ടായിരുന്നുവെന്ന് ഞാൻ ഇനി പറയേണ്ടതില്ലല്ലോ. ലോൺ ടെന്നീസ്, ക്രിക്കറ്റ് മുതലായ ഇംഗ്ലീഷു മാതിരി വ്യായാമ വിനോദങ്ങളിലും മാധവൻ അതിനിപുണനായിരുന്നു. നായാട്ടിൽ ചെറുപ്പം മുതൽക്കേ പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് തൻ്റെ അച്ഛൻ ഗോവിന്ദ പണിക്കരിൽ നിന്നും കിട്ടിയ ഒരു വാസനയായിരിക്കാം. അദ്ദേഹം വലിയ നായാട്ടു ഭ്രാന്തനായിരുന്നു. നായാട്ടിൽ ഉള്ള ശക്തി മാധവന് വളരെ കലശലായിരുന്നു. 2-3 വിധം വിശേഷമായ തോക്കുകൾ, 2-3 പിസ്റ്റോൾ, റിവോൾവർ ഇതുകൾ താൻ പോവുന്നിടത്ത് എല്ലാം കൊണ്ടു നടക്കാറാണ്. തൻ്റെ വിനോദസുഖങ്ങൾ ഒടുവിൽ വേറെ ഒരു വഴിയിൽ തിരിഞ്ഞതുവരെ ശിക്കാറിൽ തന്നെയാണ് അധികവും മാധവൻ വിനോദത്തിനായി വിനോദിച്ചിരുന്നത്. വൃദ്ധൻ വന്നു വിളിച്ചതിനാൽ മാധവൻ തൻ്റെ അമ്മാമ്മൻ്റെ അടുക്ക ചെന്നിരുന്നു. ശങ്കരമേനോൻ: മാധവ, എന്ത് കഥയാണ്? വയസ്സുകാലത്ത് കാരണവരോട് എന്തെല്ലാം അധിക്ഷേപമായ വാക്കുകളാണ് നീ പറഞ്ഞത്. അദ്ദേഹം നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതിൻ്റെ ഫലമാണോ ഇത്? എത്ര ദ്രവ്യം നിനക്ക് വേണ്ടി അദ്ദേഹം ചിലവ് ചെയ്തു? മാധവൻ: അമ്മാമനും അങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഞങ്ങളുടെ നിർഭാഗ്യം. കാര്യം പറയുമ്പോൾ ഞാൻ അന്യായമായി ആരെയും ഭയപ്പെട്ട് പറയാതിരിക്കില്ല. എനിക്ക് ഈ വക ദുഷ്ടതകൾ കണ്ടുകൂടാ. വലിയ മാമൻ
ദേഹാധ്വാനം ചെയ്ത് സമ്പാദിച്ചതായ ഒരു കാശ് പോലും ചിലവിടാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പൂർവന്മാർ സമ്പാദിച്ചതും നമ്മുടെ അഭ്യുദയത്തിനും ഗുണത്തിനും വേണ്ടി അദ്ദേഹം കൈവശം വച്ചിരിക്കുന്നതുമായ പണം നമ്മളെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവിടാനേ ഞാൻ പറഞ്ഞുള്ളൂ. കമണിയമ്മയും അവരുടെ സന്താനങ്ങളും ഇവിടെ ഭൃത്യന്മാരല്ല. അവരെ എന്താണ് വലിയ മാമൻ ഇത്ര നിർദ്ദയമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത്? അവരുടെ 2 മക്കൾ ഇംഗ്ലീഷ് പഠിച്ചില്ല. കല്യാണിക്കുട്ടിയെയും വേണ്ടും പോലെ ഒന്നും പഠിപ്പിച്ചില്ലല്ലോ. എന്ത് കഷ്ടമാണ് ഇദ്ദേഹം പറയുന്നത്? ഇങ്ങനെ ദുഷ്ടത കാട്ടാമോ? ഇനി ആ ചെറിയ ശീനനെയും മുരിക്കുട്ടനെ പോലെ വളർത്താനത്രേ ഭാവം. ഇതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവനെ കൊണ്ടുപോയി പഠിപ്പിക്കാം. ശങ്കരമേനോൻ: ശിക്ഷ വിശേഷം തന്നെ. നീ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്? മാസത്തിൽ 50 ഉറുപ്പികയല്ലേ നിനക്ക് തരുന്നുള്ളൂ. നീ എന്തുകൊണ്ട് പഠിപ്പിക്കും? അമ്മാമൻ്റെ മുഷിച്ചൽ ഉണ്ടായാൽ പല ദുർഘടങ്ങളും ഉണ്ടായി വരാം. ക്ഷണം പോയി കാൽക്കൽ വീഴ്. 2. ഇന്ദുലേഖ: സുന്ദരികളായിട്ടുള്ള നായികമാരെ വർണ്ണിക്കുന്നതിനുള്ള സാമർഥ്യം ഒട്ടും എനിക്കില്ലെന്ന് ഈ അധ്യായം എഴുതേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ എനിക്കുണ്ടായ ഭയം എന്നെ നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. എന്നാലും നിവൃത്തിയില്ലല്ലോ. കഴിയും പോലെ പറയുക എന്നേ വരൂ. ഇന്ദുലേഖയ്ക്ക് ഈ കഥ ആരംഭിക്കുന്ന കാലം ഏകദേശം 18 വയസ്സ് പ്രായമാണ്. ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവയവം പ്രതി വർണ്ണിക്കുന്നതിനേക്കാൾ അധികം എളുപ്പം ആകപ്പാടെ ഇവളുടെ ആകൃതിയുടെ ഒരു ശോഭയെക്കുറിച്ച് മാത്രം അല്പം പറയുന്നതാണ്. സൗന്ദര്യം എന്നത് ഇന്നതാണെന്നും ഇന്ന പ്രകാരമാകയാലെന്നും മുൻകൂട്ടി മനസ്സുകൊണ്ട് ഗ്രഹിച്ച് ഗണിക്കപ്പെടുവാൻ സാധ്യമായ ഒരു ഗുണപദാർത്ഥമല്ല. പല സ്ഥിതികളും പല പ്രകാരമുള്ള യോഗ്യതകളിലും ഒരു രൂപത്തിന് സൗന്ദര്യമായി എന്നുവരാം. കറുപ്പ് നിറം സാധാരണ ശരീരവർണ്ണത്തിന് സൗന്ദര്യമില്ലാത്തതാണെന്നേ പറയുന്നു. എന്നാൽ ചിലപ്പോൾ കറുപ്പ് നിറം വേറെ സാധനങ്ങളുമായുള്ള ചേർച്ചയാലോ മറ്റ് പ്രകാരത്തിലോ ബഹുശോഭയോടെ കാണപ്പെടുന്നുണ്ട്. ഇന്ദുലേഖ കറുത്തിട്ടാണ് എന്ന് എൻ്റെ വായനക്കാർ ഇവിടെ ശങ്കിച്ചു പോകരുത്. അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം തന്നെ ധാവള്യം അല്ലെങ്കിൽ സ്വർണ്ണവർണ്ണം ഈതുകൾ ശരീരവർണ്ണന ഭംഗിയുള്ളതാണെന്ന് സാധാരണ ധരിച്ചു വരുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ വർണ്ണമായാലും ചില ശരീരത്തിന് ഭംഗിയല്ലെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം എന്നത് ശോഭാനിഷ്ഠമായ ഒരു സാധനമാകുന്നു. ശോഭ എവിടെ തോന്നുന്നുവോ അവിടെ സൗന്ദര്യമുണ്ട് എന്ന് പറയും. ഈ ഇന്ത്യ രാജ്യത്തുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യവർണ്ണനയിൽ കജങ്ങൾക്ക് അതികൃഷ്ണവർണ്ണത്വവും നേത്രങ്ങൾക്ക് നിലാബ്ധ സാദൃശ്യതയും അതിവിശിഷ്ടമായ സൗന്ദര്യ ലക്ഷണങ്ങളായി മുഖ്യങ്ങളായി പറഞ്ഞു കാണുന്നു. ഇംഗ്ലീഷ് കവികൾ ഒരു യുവതിയുടെ സൗന്ദര്യ ലക്ഷണങ്ങളിൽ അവളുടെ തലമുടിയുടെ സ്വർണ്ണവർണ്ണത്വം, കൺമിഴിക്ക് മയങ്ങിയ മാതിരി വെളുപ്പോടു കൂടിയ ലഘുവായ നീലവർണ്ണം, അല്ലെങ്കിൽ ബഡുഭാഷയിൽ നമ്മൾ പറയുന്നത് പോലെ ശുദ്ധ പച്ചക്കണ്ണ് മുഖ്യങ്ങളായി വർണ്ണിച്ചു വരുന്നു. ഇവിടെ സംസ്കൃത കവികളെയും ഇംഗ്ലീഷ് കവികളുടെയും സിദ്ധാന്തങ്ങൾ രണ്ടും ശരിയാണെന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കറുത്ത നിറത്തിലുള്ള തലമുടി എങ്ങനെ നമ്മുടെ സ്ത്രീകൾക്ക് ഭംഗി തോന്നിക്കുന്നുവോ അതുപ്രകാരം തന്നെ സ്വർണ്ണവർണ്ണമായ തലമുടി ചില യൂറോപ്യൻ സ്ത്രീകൾക്കും ബഹുചേർച്ചയായും യോഗ്യതയായും എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്. കൺമിഴികളും മേൽപ്പറഞ്ഞ വർണ്ണത്തിൽ ഉള്ളത് ചില യൂറോപ്യൻ സ്ത്രീ പുരുഷന്മാരിൽ എനിക്ക് ബഹുഭംഗിയും ജീവനും ഉള്ളത് ആയി തോന്നപ്പെട്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിധം തലമുടിയും കൺമിഴികളും ഉള്ള ചില യൂറോപ്യൻ സ്ത്രീകളെ എൻ്റെ മനസ്സിൻ്റെ അതിസുന്ദരികളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല അവയവങ്ങളുടെ യോഗ്യതയിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും ആകാരങ്ങളിൽ നിന്നും മനസ്സിന് ഒരു പ്രത്യേക
ദേഹങ്ങൾ കാണുമ്പോൾ സൗന്ദര്യം ഉണ്ടെന്നും ഇല്ലെന്നും തോന്നാം. അതുകൊണ്ട് സാധാരണയായി ഒരു സ്ത്രീക്ക് സൗന്ദര്യം ഇന്നിന്ന പ്രകാരത്തിൽ അവയവങ്ങളും വർണ്ണവും ആയാൽ ഉണ്ടാവുമെന്ന് മനസ്സുകൊണ്ട് മുൻകൂട്ടി ഗണിച്ചു വെപ്പാൻ പാടില്ലാത്ത ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില സ്ത്രീകളെ ആപാദചൂടം നോക്കിയാൽ ഒരവയവത്തിനും പ്രത്യേക ദോഷാരോപണം ചെയ്തവൻ പാടുണ്ടാകിയില്ലെങ്കിലും ആകപ്പാട് നോക്കിയാൽ മനസ്സിന് അശേഷം കൗതുകം തോന്നാതെ വരാം. ചില സ്ത്രീകൾക്ക് അവയവങ്ങൾ പ്രത്യേകമായി സൂക്ഷിച്ചു നോക്കിയാൽ ധാരാളം ദോഷം പറയാനുണ്ടിരുന്നാലും ആകപ്പാടെ അവരെ കണ്ടാൽ കൗതുകം തോന്നും. എന്നാൽ ഒരു സ്ത്രീക്ക് സൗന്ദര്യമുണ്ട്, ഒരു സ്ത്രീ സുന്ദരി എന്ന് ഞാൻ പറയണമെങ്കിൽ അവളുടെ അവയവങ്ങൾ പ്രഥമ ദൃഷ്ടിയത്തിലും പിന്നെ സാവധാനത്തിൽ സൂക്ഷിച്ച് ആലോചിച്ചു നോക്കിയാലും ഒരുപോലെ അതികോമളമായി മനോഹരങ്ങളായിരിക്കണം. പിന്നെ ആകപ്പാടെ സർവ്വാവയവങ്ങളും ഒന്നായി ചേർത്ത് നോക്കിയാൽ അതിയായുള്ള ഒരു ശോഭ തോന്നണം. കാണുന്ന ക്ഷണത്തിൽ മനസ്സിനെ എങ്ങനെ മോഹിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ എല്ലായ്പ്പോഴും എത്ര നേരമെങ്കിലും നോക്കിയാലും മനസ്സിന് കണ്ടത് പോരെന്നുള്ള മോഹം ഉണ്ടാക്കിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയൊരു സ്ത്രീയെ ഞാൻ സുന്ദരി എന്ന് പറയും. ഇന്ദുലേഖ അങ്ങനെയുള്ള സ്ത്രീകളിൽ അഗ്രഗണ്യയായിരുന്നു. ഇന്ദുലേഖയുടെ ദേഹത്തിൻ്റെ വർണ്ണത്തെക്കുറിച്ച് ഞാൻ ഒന്നു മാത്രം പറയാം. അരയിൽ നേമം ഉടുക്കുന്ന കസവ് തുണിയുടെ വക്കിനുള്ള പൊൻകസവ് കര മധ്യപ്രദേശത്തു പട്ടയുടെ മാതിരി ആവരണമായി നിൽക്കുന്നത് കസവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കൈകൊണ്ട് തൊട്ടു നോക്കണം. ശരീരത്തിൻ്റെ വർണ്ണം പൊൻകസവിൻ്റെ സ്വവർണമാകയാൽ കസവ് എവിടെ അവസാനിച്ചു, ശരീരം എവിടെ തുടങ്ങി എന്ന കാഴ്ചയിൽ പറവാൻ ഒരുവനും കേവലം സാധിക്കയില്ല. കജങ്ങളുടെ നീലിമയും ദൈർഘ്യവും നിബിഡതയും മാർദ്ദവവും അതിമനോഹരമാണെന്നേ പറയാനുള്ളൂ. അധരങ്ങൾ ആ വർണ്ണത്തിൽ പക്ഷേ യൂറോപ്യൻ സ്ത്രീകളിൽ അല്ലാതെ കാണാൻ കഴിയുമോ എന്ന് സംശയം. നേത്രങ്ങളുടെ ദൈർഘ്യവും ത്രിവർണവും അതുകൂടെ ഒരു ജീവനും അതുകളെക്കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന ഓരോ കടാക്ഷങ്ങളിൽ നിന്ന് യുവാക്കളുടെ നെഞ്ചിൽ വീഴുന്ന പത്നിയുടെ കൈക്ഷവും കണ്ട് അനുഭവിച്ചവർക്ക് തന്നെ അറിയാൻ പാടുള്ളൂ. ഈ കാലം സ്തനങ്ങൾ ഘടനഭാരമാവാൻ സമീപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വൃത്തങ്ങളായി നിരന്തരങ്ങളായി പൊങ്ങിവരുന്ന ആ തങ്കക്കുടങ്ങളെ ഏത് യുവാവ് കണ്ട് സഹിക്കും? ഈ അതിമനോഹരമായ ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ വർണ്ണിപ്പാൻ ആർക്ക് സാധിക്കും? ഇന്ദുലേഖയുടെ സുവർണ സദൃശമായ വർണ്ണവും കരിമിന്ദ സമങ്ങളായ രതനങ്ങളും വിദൂരം പോലെ ചുവന്ന അധരങ്ങളും കരിങ്കവലയങ്ങൾക്ക് ദാസ്യം കൊടുത്ത നേത്രങ്ങളും ചെന്താമരപ്പൂവ് പോലെ ശോഭയുള്ള ആ മുഖം, നീലകന്ധങ്ങളും സ്തനഭാരവും അതികൃശ്യമായ മദ്യവും മറ്റും ആകപ്പാടെ കാണുമ്പോൾ പുരുഷന്മാരുടെ മനസ്സിന് ഉണ്ടായ ആനന്ദവും സന്തോഷവും പരിതാപവും ഭ്രാന്തിയും ആസക്തിയും വ്യഥയും ഇന്ന പ്രകാരമാണെന്ന് പറഞ്ഞറിയിപ്പാൻ എന്നാൽ അസാധ്യമാണെന്ന് ഞാൻ തീർച്ചയായി ഇവിടെ സമ്മതിച്ചിരിക്കുന്നു. ഈ രൂപഗണത്തിന് യോഗ്യമായ പഠിപ്പും സൗശീലാദി ഗുണങ്ങളും ഇവൾക്കുണ്ടായിരുന്നു. ഇന്ദുലേഖ കിളിമാനൂർ ഒരു രാജവർമ്മയുടെ മകളായിരുന്നു. ഇന്ദുലേഖയ്ക്ക് 2.5 വയസ്സ് പ്രായമായപ്പോൾ രാജാവ് സ്വർഗാരോഹണമായി. ഏകദേശം 3 വയസ്സ് പ്രായമായപ്പോൾ തൻ്റെ വല്യച്ഛൻ പഞ്ചുമനവൻ്റെ ജ്യേഷ്ഠപുത്രനും തൻ്റെ അമ്മാവനും ഇംഗ്ലീഷ്, സംസ്കൃതം, സംഗീതം മുതലായ വിദ്യകളിൽ അതിനിപുണനും ഒരു ദിവാൻ പോസ്താരുദ്യോഗത്തിൽ 800 രൂപ ശമ്പളവുമായിരുന്ന ആളും ആയ കൊച്ചു കൃഷ്ണമേനോൻ തൻ്റെ കൂടെ താൻ ഉദ്യോഗം ചെയ്തിരിക്കുന്ന ദിക്കിൽ കൊണ്ടുപോയി 16 വയസ്സുവരെ വിദ്യാഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ചു. ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിപ്പിച്ചു. സംസ്കൃതത്തിൽ
നാടകാലങ്കാരങ്ങൾ വരെ പഠിപ്പിച്ചു. സംഗീതത്തിൽ പല്ലവി രാഗവിസ്കാരം വരെ പാടാനും പിയാനോ, ഫിഡിൽ, വീണ, ഈതുകൾ വിശേഷമായി വായിപ്പാനും ആക്കിവെച്ചു. പിന്നെ ചില്ലറയായി സ്ത്രീകളെ യൂറോപ്പിൽ അഭ്യസിക്കുന്ന തുന്നൽ, ചില മുതലായതുകളിലും തൻ്റെ അതിമനോഹരമായ മരുമകൾക്ക് പരിചയം വരുത്തി. ബിലാത്തിൽ ഒരു ഇംഗ്ലീഷ് സ്ത്രീയെ അഭ്യസിപ്പിക്കുന്നതു വിധമുള്ള പഠിപ്പും അറിവുകളും സമ്പ്രദായങ്ങളും ഇന്ദുലേഖയ്ക്ക് ഉണ്ടാക്കി വെക്കണമെന്നുള്ള ആഗ്രഹം മഹാനും അതിബുദ്ധിശാലിയും ആയിരുന്ന ആ കൊച്ചു കൃഷ്ണമേനോന് ഇന്ദുലേഖയുടെ 16-ാം വയസ്സിനകത്ത് സാധിപ്പിക്കാൻ കഴിയുന്നിടത്തോളം സാധിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ഭാഗ്യം കേവലം ഒരിടത്തും സമ്പൂർത്തിയായി എന്ന് പറയുവാൻ മനുഷ്യന് സാധിക്കില്ലല്ലോ. ഇന്ദുലേഖയുടെ 16-ാമത്തെ വയസ്സ് അവസാനിച്ചതോടുകൂടി കൊച്ചു കൃഷ്ണമേനോൻ്റെ കാലവും അവസാനിച്ചു. പിന്നെ വല്യച്ഛൻ്റെ കൂടെ അമ്മയുടെ ഒന്നിച്ച് വല്യച്ഛൻ്റെ പൂവരങ്ങിൽ എന്ന ഭവനത്തിൽ ആണ് താമസമായത്. ഇന്ദുലേഖയുടെ സ്വാഭാവികമായ ഗുണങ്ങളാലും തൻ്റെ പൗത്രിയായതിനാലും തൻ്റെ പ്രാണപ്രിയനായ മകന് ഇന്ദുലേഖയിലുണ്ടായ സ്നേഹശക്തിയോർത്തും ഇന്ദുലേഖയുടെ വല്യച്ഛന് ഇന്ദുലേഖയിൽ ഉള്ള സ്നേഹം ഇന്ന പ്രകാരമായിരുന്നു എന്നും ഇത്ര ഉണ്ടായിരുന്നു എന്നും എനിക്ക് വായനക്കാരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഇന്ദുലേഖയ്ക്ക് താമസിപ്പാൻ പ്രത്യേകമായ ഒരു മാളിക ബംഗ്ലാവാണ് ഷട്ടൺ ചെയ്തിരിക്കുന്നത്. ആ ബംഗ്ലാവിൻ്റെ എല്ലാ മുറികളിലും ഇംഗ്ലീഷ് മാതിരി സാമാനങ്ങളും മറ്റും ഭംഗിയായി ശേഖരിച്ചു വെച്ച് ഇന്ദുലേഖയുടെ അഭീഷ്ടപ്രകാരം ഷട്ടൺ ചെയ്തു വന്നു. കൊച്ചു കൃഷ്ണമേനോൻ്റെ അകാല മരണത്താൽ ഇന്ദുലേഖയ്ക്ക് ഒരു വിധത്തിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നുകൂടാ എന്ന് ഇന്ദുലേഖയുടെ വല്യച്ഛൻ ഉറപ്പായി നിശ്ചയിച്ചിരുന്നു. ഇന്ദുലേഖയുടെ ദിനചര്യകളും സമ്പ്രദായങ്ങളും സ്വഭാവങ്ങളും അവളുടെ പഠിപ്പ് നിമിത്തവും തൻ്റെ അമ്മാമൻ മഹാനായ കൊച്ചു കൃഷ്ണമേനോൻ്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് തനിക്ക് കിട്ടിയ അറിവുകൾ നിമിത്തവും അതിരമണീയമായിരുന്നു എന്ന് പറയുവാനുള്ളൂ. ഇംഗ്ലീഷ് പഠിച്ചതിനാൽ താൻ ഒരു മലയാളി സ്ത്രീയാണെന്ന നില ലേശം വിട്ടിട്ടില്ല. ഹിന്ദു മതദോഷമാകട്ടെ നിരീശ്വരത്വമാകട്ടെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ ചില പഠിപ്പുള്ള ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്നതുപോലെ സർവരിലും ഉള്ള ഒരു പുച്ഛസ്വരമാകട്ടെ ഇന്ദുലേഖയെ കേവലം ബാധിച്ചിട്ടേയില്ല. കളികീറി ഉടുപ്പുടവ, സംസാരം, തൻ്റെ അമ്മ, മുത്തശ്ശി, വല്യച്ഛൻ, അമ്മാമൻ ഇവരിലുള്ള ഭക്തി, വിശ്വാസം, നാട്ടുകാർ സമീപവാസികളാക്കി ഇംഗ്ലീഷ് പഠിക്കാതുള്ള തൻ്റെ സഖികളിൽ ഉള്ള ചേർച്ച, രാസക്യം, വിശേഷിപ്പിച്ച് പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും പ്രത്യക്ഷമായി കാണപ്പെടാവുന്ന താഴ്മയും ഗർവില്ലായ്മയും ഇതുകളെ എല്ലാം കണ്ട് ഇന്ദുലേഖയെ പരിചയമുള്ളവർ എല്ലായ്പ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് കുട്ടികളെ അഭ്യസിച്ച് വളർത്തേണ്ടത് എന്ന് ബുദ്ധിയുള്ള ഏവനും പറയും. ഇന്ദുലേഖ ആ മഹാനായ കൊച്ചു കൃഷ്ണമേനോൻ്റെ കീർത്തിലതയായിട്ട് തന്നെ തീർന്നു. ഇന്ദുലേഖയുടെ നേമത്തെ ആഭരണങ്ങൾ വളരെ ചുരുങ്ങിയ മാതിരിയാണ്. ആഭരണങ്ങൾ അമ്മാമൻ കൊച്ചു കൃഷ്ണമേനോൻ കൊടുത്തതും അമ്മയുടെ വകയായി തൻ്റെ അച്ഛൻ കൊടുത്തത് തനിക്ക് കിട്ടിയതും വല്യച്ഛൻ കൊടുത്തതും കൂടി അനവധിയുണ്ട്. എന്നാൽ ഇന്ദുലേഖ ഈ ആഭരണങ്ങളിൽ അത്ര പ്രിയമുള്ള ഒരു കുട്ടിയല്ലായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ വല്ല ആഭരണങ്ങളും വിശേഷവിധിയായി കെട്ടണമെങ്കിൽ അമ്മൂമ്മയുടെയോ മുത്തശ്ശിയുടെയോ വല്യച്ഛൻ്റെയോ കഠിന നിർബന്ധം വേണം. കാതിൽ കൊത്തുള്ള തോടുകളും കഴുത്തിൻ്റെ മധ്യത്തിൽ ഉരുണ്ട ഒരു സ്വർണ്ണ നൂലിന്മേൽ ചെറിയ ഒരു പതക്കവും അതിന് ചുവടെ ഒരു പരന്ന സ്വർണ്ണ നൂലിന്മേൽ നല്ല വിലയുള്ള വൈരവും പച്ച രത്നവും ചുവപ്പ് രത്നവും കൊണ്ട് വേല ചെയ്ത ഒരു പതക്കവും കൈകളിൽ തഞ്ചാവൂരിൽ കിഴക്കൻ സമ്പ്രദായത്തിൽ വേല ചെയ്ത ഓരോ പൂട്ടുവളയും കൈവിരലുകളിൽ സ്വല്പം മോതിരങ്ങളും മാത്രമാണ് നേമം പെരുമാറുന്ന ആഭരണങ്ങൾ. എന്നാൽ ആഭരണങ്ങളിൽ അത്രയധികം പ്രീതി ഇല്ലെങ്കിലും ഇന്ദുലേഖയ്ക്ക് വസ്ത്രങ്ങളെ വലിയ താല്പര്യമാണ്. വിശേഷമായ ഏഴയും കസവും ഉള്ള ഒന്നരയും മേൽമുണ്ടും ദിവസവും നിത്യവെള്ളയായി കളിമ്പോഴും വൈകുന്നേരം മേൽ കഴുകുമ്പോഴും തയ്യാർ വേണം. കരപ്രദേശങ്ങൾ എല്ലായ്പ്പോഴും ധവളമായ ഒരു കസവ് മേൽമുണ്ടുകൊണ്ട് മറിച്ചിട്ടേ കാണാറുള്ളൂ. അങ്ങനെയാണ് നിയമമായ
ഉടുപ്പ്. ഇന്ദുലേഖ എന്ന പേര് ഈ കഥയിലുള്ള മറ്റു സ്ത്രീകളെ പേരുമായി നോക്കുമ്പോൾ പക്ഷേ കുറേ അയോഗ്യമായിരിക്കുന്നു എന്ന് എൻ്റെ വായനക്കാർ വിചാരിക്കുമായിരിക്കാം. പേരിങ്ങനെ വിളിച്ചു വന്നത് കൊച്ചു കൃഷ്ണമേനോനാണ്. കുട്ടിക്ക് ജാതകത്തിൽ വെച്ച പേർ മാധവി എന്നായിരുന്നു. എന്നാൽ കുട്ടിയുടെ അതിലളിതമായ സ്വരൂപത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇന്ദുലേഖ എന്ന പേർ വിളിക്കണമെന്ന് കൊച്ചു കൃഷ്ണമേനോൻ നിശ്ചയിച്ച് അങ്ങനെ വിളിച്ചു വന്നതാണ്. എന്നാൽ ഇവളെ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് കാലം മാധവി എന്ന് ഒരാൾ മാത്രം വിളിച്ചു വന്നു. അത് മാധവനായിരുന്നു. ഇത്ര സുന്ദരനും രസികനും വിദ്വാനും സമർത്ഥനും തൻ്റെ വല്യച്ഛൻ്റെ മരുമകനും ആയ മാധവനും ഇന്ദുലേഖയുമായി അന്യോന്യം സ്നേഹിപ്പാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ കഥ തുടങ്ങുന്ന കാലത്ത് അവർ അന്യോന്യം അന്ധകരണം വിവാഹം കഴിച്ചു വച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രകൃതം നിസർഗം മധുരമാണെങ്കിലും ഇന്ദുലേഖയുടെ ഹിതത്തിനോ ഇഷ്ടത്തിനോ വിരോധമായി പറവാൻ ആ വീട്ടിൽ ആർക്കും ശക്തി ഉണ്ടായിരുന്നില്ല. ഇവളുടെ തൻ്റെ ഇടവും നിലയും ആ വിധമായിരുന്നു. എന്നാൽ ഇന്ദുലേഖയുടെ പ്രവൃത്തിയിലോ ഇരിപ്പിലോ ആർക്കും ഒരു ദോഷവും പറയാൻ ഉണ്ടായിരുന്നില്ല. ഈ കഥ തുടങ്ങുന്ന കാലത്ത് ഇന്ദുലേഖയും മാധവനും അന്യോന്യം അന്ധകരണ വിവാഹം ചെയ്തു വച്ചിരിക്കുന്നു എന്ന് സമിഷ്ടമായി പറഞ്ഞാൽ മതിയാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവർക്ക് അന്യോന്യം അനുരാഗം ഉണ്ടാവാതിരിക്കാൻ പാടില്ലെന്ന് എൻ്റെ വായനക്കാർ ഊഹിക്കും. എന്നാൽ ഈ സംഗതിയെ ഊഹിച്ച് നിശ്ചയിപ്പിക്കാൻ വിടുന്നതിനേക്കാൾ ചുരുക്കത്തിൽ സ്പഷ്ടമായ ഇവിടെ പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അല്പം പൂർവ്വകഥാ പ്രസംഗം ചെയ്യുന്നു. മഹാനായ കൊച്ചു കൃഷ്ണമേനോൻ ഇന്ദുലേഖയ്ക്ക് വിദ്യാഭ്യാസം മുഴുവനും കഴിച്ച ശേഷം ഇന്ദുലേഖയ്ക്ക് അനുരൂപനായ പുരുഷനെ യോഗ്യരിൽ നിന്ന് അവൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ ഈ പുരുഷൻ ഇതിനെക്കുറിച്ച് അധികമായി ആരോടുമൊന്നും സംസാരിച്ചിട്ടില്ല. പെണ്ണിന് 10-11 വയസ്സായതു മുതൽ പല യോഗ്യരായ ആളുകൾ എല്ലാം ഇക്കാര്യത്തിൽ കൊച്ചു കൃഷ്ണമേനോൻ പോഷ്കാരുടെ മനസ്സറിയാൻ ഉത്സാഹിച്ചിട്ടും സാധിച്ചില്ല. ഞാൻ മരിക്കുന്നതിന് മുൻപ് ദിവസങ്ങൾക്ക് മുമ്പ് കൽപ്പനയിന്മേൽ ഇന്ദുലേഖയോടു കൂടി അച്ഛനെ കാണാൻ വന്നിരുന്ന സമയം ഒരു ദിവസം അച്ഛൻ പഞ്ചുമേനോൻ തന്നോട് ഇന്ദുലേഖയ്ക്ക് വയസ്സ് 15-ൽ അധികമായല്ലോ, ഒരു നല്ല ബന്ധം തുടങ്ങിപ്പിക്കണ്ടേ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഇന്ദുലേഖയുടെ വിദ്യാഭ്യാസങ്ങൾ മുഴുവനും ആയിട്ടില്ലെന്നും അത് കഴിഞ്ഞ ശേഷമേ ആ ആലോചന തന്നെ ചെയ്യുവാൻ ആവശ്യമുള്ളൂവെന്നും വിദ്യാഭ്യാസം ചെയ്ത് ഇന്ദുലേഖയെ യോഗ്യയുള്ളവളാക്കി തീർക്കേണ്ടെന്ന ഭാരമാണ് തനിക്കുള്ളതെന്നും ആ യോഗ്യത അവൾക്കെത്തിയാൽ ഇന്ദുലേഖ തന്നെ പിന്നെ അവൾക്ക് വേണ്ടതെല്ലാം യഥോചിതം പ്രവർത്തിച്ചു കൊള്ളുമെന്നും കൊച്ചു കൃഷ്ണമേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൃദ്ധനായ പഞ്ചുമേനോന് ഈ ഉത്തരം നല്ലവണ്ണം മനസ്സിലായിട്ടും അത്ര രസിച്ചിട്ടും ഉണ്ടായിരുന്നില്ലെന്നും മകനോട് താൻ പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടേയില്ല. ഇന്ദുലേഖ കൊച്ചു കൃഷ്ണമേനോൻ്റെ കൂടെ താമസിക്കുന്ന കാലവും മാധവൻ്റെ കൂടെ കാണാറുണ്ട്. കൊച്ചു കൃഷ്ണമേനോന് മാധവന് വളരെ ഇഷ്ടമായിരുന്നു. മാധവൻ അതിബുദ്ധിമാനായ കുട്ടിയാണെന്ന് പലപ്പോഴും പലരോടും അദ്ദേഹം സംഗതിവശാൽ പറയുന്നത് ഇന്ദുലേഖ തന്നെ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ അധികമൊന്നും മാധവനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാധവൻ ഇന്ദുലേഖയ്ക്ക് യോഗ്യനാണെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നും ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. കൊച്ചു കൃഷ്ണമേനോൻ മരണശേഷം പൂവരങ്ങിൽ താമസം തുടങ്ങിയ മുതൽ ഇന്ദുലേഖയും മാധവനും തമ്മിൽ വളരെ സ്നേഹമായി തീർന്നു. മദ്രാശിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ എല്ലായ്പ്പോഴും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചും കളിച്ചും ചിരിച്ചും സമയം കഴിച്ചു. ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇന്ദുലേഖയ്ക്കും മാധവനും പരസ്പരം കുറേശ്ശെ അനുരാഗം തുടങ്ങി. എന്നാൽ ഇത് അന്യോന്യം ലേശം പോലും പുറത്തറിയിച്ചിട്ടില്ല. ഇന്ദുലേഖ അക്കാലം കേവലം അറിയിക്കാഞ്ഞതും മാധവൻ്റെ പഠിപ്പിന് വല്ല വിഘ്നവും അതിനാൽ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. മാധവൻ അറിയിക്കാത്തത് കുറെ ലജ്ജിച്ചിട്ടും പിന്നെ തനിക്ക് ഈ കാര്യം സാധ്യമാവാൻ പ്രയാസമുള്ളതായിരിക്കാമെന്ന് ശങ്കിച്ചിട്ടുമാകുന്നു. അങ്ങനെ തോന്നാൻ മാധവന് നല്ല കാരണങ്ങളുണ്ടായിരുന്നു. ഇന്ദുലേഖ മലയാളത്തിൽ എങ്ങും പ്രസിദ്ധപ്പെട്ട ഒരു സ്ത്രീ രത്നമായിരുന്നു. മഹാരാജാക്കന്മാർ മുതലായി പലരും ഈ കുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൂടെ പഞ്ചുമേനോന് കിട്ടുന്ന കത്തുകളാലും പൂവരങ്ങിലും മറ്റും വച്ച് ഇതിനെക്കുറിച്ച് ആളുകൾ തമ്മിൽ ഉണ്ടാവുന്ന പ്രസംഗങ്ങളായാലും മാധവന് നല്ലവണ്ണം അറിവുണ്ട്. ഇങ്ങനെയിരിക്കെ അന്ന് ഒരു സ്കൂൾ കുട്ടിയായ താൻ എന്തിനു മോഹിക്കുന്നു വെറുതെ എന്ന് മാധവന് പിന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമുണ്ടായ വിചാരം ഇങ്ങനെ ആണെങ്കിലും
ക്രമേണ ഇന്ദുലേഖയിൽ മാധവൻ അനുരാഗം വർദ്ധിച്ചു തന്നെ വന്നു. മദിരാശിയിൽ നിന്ന് വീട്ടിൽ വന്ന് പാർക്കുന്ന കാലത്ത് പകൽ മുഴുവനും ഇന്ദുലേഖയുടെ കൂടെ തന്നെയാണ് മാധവൻ എന്ന് പറയാം. വല്ല പുസ്തകങ്ങൾ വായിച്ചും പാട്ട്, പിയാനോ, ചതുരംഗം മുതലായ കൊണ്ട് വിനോദിച്ചും വൈകുന്നേരം പിരിയാറാകുമ്പോൾ രണ്ടുപേർക്കും ഒരു ദിവസം പകൽ സമയം മതിയാകില്ലെന്ന് തോന്നാതിരുന്നിട്ടില്ല. അങ്ങനെ കുറേ കാലം മദിരാശിയിൽ നിന്ന് മാധവൻ വീട്ടിൽ വന്ന സമയം മുഴുവനും അന്യോന്യം രസിച്ചും അഹങ്കരിച്ചും വിനോദിച്ചും കഴിഞ്ഞു. ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള സംബന്ധസ്ഥിതി വീണ്ടും രൂപം കൊണ്ടു. പഠിപ്പ് കൊണ്ടും ഇവർ തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ചു വന്നതിൽ അല്പം ചില ആളുകൾ ഒഴികെ ശേഷം എല്ലാവർക്കും സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ദുലേഖയ്ക്ക് മാധവനെ ഭാര്യയായി കിട്ടുമോ എന്ന് പിന്നെയും ഒരു ശങ്ക എല്ലാവർക്കും ഉണ്ടായി. മലയാളത്തിൻ്റെ സ്ഥിതി അറിയുന്ന ആൾക്ക് ഈ ശങ്ക ഉണ്ടാവാതിരിക്കാൻ പാടില്ലല്ലോ. തിരുവനന്തപുരത്ത് പൊന്നുതമ്പുരാൻ കൂടി ഇന്ദുലേഖയെ അമ്മച്ചിയാക്കി കൊണ്ടുപോകുന്ന ആലോചനയുണ്ടെന്ന് ആ കാലത്തെ പഞ്ചമേനോരുടെ മുഖത്തിൽ നിന്നും തന്നെ ചിലർ കേട്ടിട്ടുള്ളത്. അപ്പോൾ മേൽപ്പറഞ്ഞ ശങ്ക ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അങ്ങനെയിരിക്കുമ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നതിന് കുറേ മുമ്പ് മാധവൻ BL പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് വന്നു. മുമ്പത്തെ പ്രകാരം ഇന്ദുലേഖയുമായി കളിച്ചും വിനോദിച്ചും ഇരുന്നുവെങ്കിലും ക്രമേണ മാധവന് ഇന്ദുലേഖയിൽ അനുരാഗം വർദ്ധിച്ച് കലശലായി തീർന്നു. എന്തു പൊന്നു തമ്പുരാൻ, എന്ത് രാജാവ്! എൻ്റെ ഇന്ദുലേഖ എൻ്റെ ഭാര്യ തന്നെ. അങ്ങനെയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറച്ചു തുടങ്ങി. ഈ കാലത്ത് ഇന്ദുലേഖയുടെ മനസ്സ് എന്താണെന്ന് അറിവാൻ മാധവന് അത്യാഗ്രഹമുണ്ടായിരുന്നു. ഇന്ദുലേഖയ്ക്ക് മാധവനോട് ഇങ്ങോട്ടുള്ളതിനേക്കാൾ പക്ഷേ അധികം അനുരാഗം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ദുലേഖ മാധവനോട് ഇതിനെക്കുറിച്ച് യാതൊരു പ്രകാരവും നടിച്ചില്ല. കളി, ചീറി, പാട്ട് മുതലായത് കൂടാതെ എല്ലായ്പ്പോഴും അതിൽ അധികം ഒന്നും ഇന്ദുലേഖയുടെ പ്രകൃതങ്ങളിൽ നിന്ന് മാധവനെ അറിയുവാൻ കഴിഞ്ഞില്ല. മാധവൻ അല്പം പ്രസരിപ്പുള്ള പ്രകൃതമായതിനാൽ മാധവൻ പ്രസരിപ്പുള്ള ആകയാൽ മാധവൻ്റെ മനസ്സിൽ ചേഷ്ടകൾ ഈയിടെ കുറേശ്ശെ പുറത്ത് കാണാറായി തുടങ്ങി. അതിനൊന്നും ഇന്ദുലേഖ അശേഷം വിരോധവും വിമുഖതയും ഭാവിക്കുകയില്ല. എങ്കിലും തൻ്റെ അനുരാഗ ചേഷ്ടകൾ എല്ലാം മാധവനിൽ നിന്ന് കേവലം മറച്ചു വെച്ചിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം മാധവനും ഇന്ദുലേഖയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധവൻ താൻ വെക്കേണ്ട കരു കയ്യിലെടുത്ത് ഇന്ദുലേഖയുടെ മുഖത്തേക്ക് അസംഗതി ആയി നോക്കിക്കൊണ്ട് കളിക്കാതെ നിന്നു. ഇന്ദുലേഖ, എന്താണ് കളിക്കാത്തത്? കളിക്കരുതേ മാധവൻ. കളിക്കാൻ എനിക്കിനി ഇന്നിത്ര രസം തോന്നുന്നില്ല ഇന്ദുലേഖ. ഈയിടെ കളി കുറേ അമാന്തമായിരിക്കുന്നു. പക്ഷേ പരീക്ഷയുടെ കാര്യം അറിയാത്തതിൻ്റെ സുഖക്കേട് കൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചിട്ട് ഒരു സാധ്യവുമില്ലല്ലോ. മനസ്സിനെ വെറുതെ സുഖക്കേട് ഉണ്ടാക്കരുത് മാധവൻ. പരീക്ഷയുടെ കാര്യം ഞാൻ വിചാരിച്ചിട്ടേയില്ല. മനസ്സിന് സുഖക്കേട് വരുത്താനും വരാതിരിക്കാനും കാരണങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ആ കാരണങ്ങളെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഒരുവന് എങ്ങനെ മനസ്സിൽ സ്വാധീനിക്കപ്പെടുവാൻ കഴിയും? ഇന്ദുലേഖ മനസ്സിനെ സ്വാധീനമാക്കി വെക്കണം. അതാണ് ഒരു പുരുഷൻ്റെ യോഗ്യത. മാധവൻ, സ്ത്രീയുടെ യോഗ്യതയോ? ഇന്ദുലേഖ, ഒരു സ്ത്രീ ഇപ്പോൾ മനസ്സിന് സുഖക്കേട് തോന്നി കളിപ്പാൻ രസമില്ലെന്ന് പറഞ്ഞില്ല. മാധവനല്ലേ കളിപ്പാൻ ഇന്ന് അത്ര രസം തോന്നില്ലെന്ന് പറഞ്ഞത്? മാധവൻ, പക്ഷേ ഇന്ദുലേഖ മനസ്സിനെ സ്വാധീനമാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. ഇന്ദുലേഖ, ഞാനത് പരീക്ഷിച്ചിട്ടില്ല. സ്വാധീനമില്ലെന്ന് തോന്നുമ്പോൾ അല്ലേ ഈ പരീക്ഷ ചെയ്യേണ്ടത്? സ്വാധീനമില്ലെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാൻ സംഗതി ഉണ്ടായിട്ടില്ല. മാധവൻ, മനസ്സിന് ഇച്ഛിക്കുന്നത് സകലവും സാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നിമിത്തം ഉപദ്രവം ഉണ്ടാവാൻ ഇടയില്ല. ഇന്ദുലേഖയ്ക്ക് അങ്ങനെ സകലതും സാധിച്ചു കൊണ്ടിരിക്കുന്നതിനാലായിരിക്കാം മനസ്സിനെ പരീക്ഷിപ്പാൻ ഇടയാവാഞ്ഞത്. ഇന്ദുലേഖ, എൻ്റെ മനസ്സ് സാധ്യമല്ലാത്തതിൽ ആഗ്രഹിക്കാറില്ല. ഇത് എൻ്റെ മനസ്സിന് സ്വതസിദ്ധമായ ഒരു ഗുണമാണെന്ന് അറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് മാധവൻ പറഞ്ഞത് ശരി തന്നെ. എൻ്റെ മനസ്സ് വ്യാപരിക്കുന്നതിൽ ഒന്നിലും എനിക്ക് വ്യസനിപ്പിക്കാൻ ഇട ഉണ്ടായിട്ടില്ല. മാധവൻ, അങ്ങനെ എല്ലായ്പ്പോഴും വരുമോ? അങ്ങനെ വന്നാൽ തന്നെ അത് മനസ്സിനെ സ്വാധീനമാക്കിയിട്ടല്ലേ? ഇന്ദുലേഖ, അല്ല. മനസ്സിനെ സ്വാധീനമാക്കണമെങ്കിൽ അതിന് വേറെ ചില സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം. ധൈര്യം, ക്ഷമ മുതലായ സാധനങ്ങളെ ഉപയോഗിച്ചിട്ട് വേണം മനസ്സിനെ സ്വാധീനിക്കാൻ. അങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ എൻ്റെ മനസ്സ് സ്വസ്ഥതയിൽ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത അതിന് സഹജമായ ഒരു ഗുണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
മാധവൻ. ഇന്ദുലേഖയ്ക്ക് സാധ്യമല്ലാത്ത യാതൊരു കാര്യത്തിലും ഇന്ദുലേഖയുടെ മനസ്സ് ഇതുവരെ വ്യാപിച്ചിട്ടില്ലേ? ഇന്ദുലേഖ. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ക്ഷണസാധ്യമാണ്. മാധവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. സാധ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാധവൻ. ഞാൻ ദൃഷ്ടാന്തം പറയാം. ഇപ്പോൾ ഇന്ദുലേഖ അതിമനോഹരമായും അതിപരിമളത്തോടു കൂടിയും ഇരിക്കുന്ന ഒരു പുഷ്പത്തെ കാണുന്നു. അതിനെ കാണുമ്പോൾ ആ പുഷ്പത്തെ നിഷ്പ്രയാസേന കിട്ടാൻ തരമില്ലെന്ന് അറിവുണ്ടെങ്കിലും ഉടനെ അതിനെ തൻ്റെ കയ്യിലെടുത്ത് അതിൻ്റെ പരിമളത്തെ അനുഭവിക്കണമെന്ന് ഒരു മനസ്സ് അല്ലെങ്കിൽ ആഗ്രഹം ഇന്ദുലേഖയ്ക്ക് ഉണ്ടാവുന്നില്ലേ? അത് അപ്പോൾ തന്നെ സാധ്യമാണെങ്കിലേ ഉണ്ടാവുന്നുള്ളൂ. അതല്ല, സാധ്യമോ അസാധ്യമോ ക്ഷണസാധ്യമോ വിളംബ സാധ്യമോ എന്നുള്ള ആലോചന കഴിഞ്ഞിട്ട് മാത്രമോ പുഷ്പത്തെപ്പറ്റി ആഗ്രഹം ഉണ്ടാവുന്നത്? ഇന്ദുലേഖ. പുഷ്പം ഭംഗിയും പരിമളവും ഉള്ളതാണെന്ന് അതിൽ കാഴ്ചയിൽ ബോധ്യം വന്നാൽ എൻ്റെ മനസ്സ് ആ പുഷ്പത്തെ ഉദ്ദേശിച്ച് ആഹ്ലാദപ്പെടുമായിരിക്കും. അത് എടുപ്പാൻ യോഗ്യവും സാധ്യവുമാണെന്ന് കൂടി ബോധ്യമാവുന്നതിന് മുമ്പ് അത് എടുത്ത് കയ്യിൽ വെക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാവുകയില്ല. അതാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു ഗുണം ഞാൻ കാണുന്നത്. മാധവൻ. ഇപ്പോൾ ഇന്ദുലേഖ പറഞ്ഞതും ഞാൻ മുമ്പ് പറഞ്ഞതും ഒന്നു തന്നെ. മനസ്സ് ആഹ്ലാദപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൂക്ഷ്മത്തിൽ മനസ്സിൽ അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൗതുകവും ഉണ്ടാവുമെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആഹ്ലാദത്തിൽ അതിനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹവും അന്തർഭവിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ ആ ആഗ്രഹം സാധ്യമോ ദുസ്സാധ്യമോ എന്ന് ആലോചിച്ചിട്ടേ അതിൻ്റെ നിവൃത്തിക്ക് ഇന്ദുലേഖ ശ്രമിക്കുകയുള്ളൂ. അത്രമാത്രമാണ് ഇന്ദുലേഖ ഇപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ശരിയാണെങ്കിൽ ഇന്ദുലേഖ ആഗ്രഹത്തെ ജയിക്കുന്നത് ധൈര്യം കൊണ്ടും ക്ഷമ കൊണ്ടുമാണെന്ന് സ്പഷ്ടമാണ്. ഇന്ദുലേഖ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മാധവന് മനസ്സിലായില്ല. ഒന്നാമത് മാധവൻ്റെ പുഷ്പത്തിൽ ഉപമ തന്നെ നന്നായില്ല. ഇതിലും നന്നായിട്ട് ഞാൻ ഒരു ഉപമ പറഞ്ഞു മാധവനെ ബോധ്യപ്പെടുത്താം. ഞാൻ യൗവനയുക്തമായ ഒരു സ്ത്രീയാണ്. ഞാൻ സുന്ദരനായ ഒരു യുവാവെ കാണുന്നു. ആ യുവാവ് എൻ്റെ ഭർത്താവായിരിക്കാൻ യോഗ്യനോ എന്ന് എൻ്റെ മനസ്സിന് ബോധ്യപ്പെടുന്നതിന് മുൻപ് ആ പുരുഷനിൽ എൻ്റെ മനസ്സ് പ്രവേശിക്കുകയില്ല. ഇവിടെ മനസ്സ് ഒന്നാമത് പ്രവേശിച്ചിട്ട് പിന്നെ ഞാൻ ധൈര്യം കൊണ്ട് മനസ്സിനെ നിവർത്തിക്കുന്നതല്ലോ. എൻ്റെ മനസ്സ് ഒന്നാമത് പ്രവേശിക്കുന്നതേയില്ല. അതുപ്രകാരം തന്നെ ധനത്തിൽ ന്യായമായ വിധം ആർജിക്കപ്പെടുന്ന ധനത്തിൽ അല്ലാതെ എനിക്ക് ആഗ്രഹമേ ഉണ്ടാവുന്നില്ല. ഇതെല്ലാം മനസ്സിന് ചിലർക്ക് സഹജമായ ഗുണങ്ങളായി ഉണ്ടാവും. ചിലർക്ക് അങ്ങനെയല്ല. മനസ്സിൻ്റെ ധർമ്മം കിട്ടുന്നതിലും കിട്ടാത്തതിലും വേണ്ടുന്നതിലും വേണ്ടാത്തതിലും ഒരുപോലെ മനസ്സ് പ്രവേശിക്കും. പിന്നെ സാമർഥ്യവും ധൈര്യവും ബുദ്ധിയും ഉള്ളവരായാൽ ആ മനസ്സിനെ നിവർത്തിപ്പിച്ച് പാട്ടിൽ വയ്ക്കും. അതുകൊണ്ട് മാധവൻ, ഞാൻ ഒടുവിൽ പറഞ്ഞ മാതിരിക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ബുദ്ധിസാമർഥ്യമുള്ള ആളാകയാൽ ദുസ്സാധ്യമായതോ അസാധ്യമായതോ വല്ല കാര്യത്തിലും മനസ്സ് ചാടിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ മടക്കിയെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ മടക്കിയെടുക്കുന്നതിനുള്ള ശക്തി ഉണ്ടായ മനസ്സ് സ്വാധീനമായി. മാധവൻ. ഞാൻ ഇന്ദുലേഖ പറഞ്ഞതിൽ യോജിക്കുന്നില്ല. എങ്കിലും ഈ സംഗതിയെപ്പറ്റി ഞാൻ ഇനി തർക്കിക്കുന്നില്ല. എനിക്ക് മുന്നത്തെ പോലെ ഇന്ദുലേഖയുമായി തർക്കിച്ചു കൊണ്ടിരിക്കാൻ മനസ്സിന് സുഖമില്ല. ഇന്ദുലേഖ. ഞാൻ വിചാരിച്ചു ചതുരംഗം കളിക്കാനേ രസമില്ലാതായിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ എന്നോട് സംസാരിക്കാനേ രസമല്ലെന്ന് കേട്ടത് ആശ്ചര്യം. മാധവൻ. എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? ഞാനൊരു ഒരു നിർഭാഗ്യവനാണെന്ന് തോന്നുന്നു. മനഃഖേദം ഉണ്ടാവുന്ന നിർഭാഗ്യമല്ലേ ഇന്ദുലേഖ? ആ ഖേദത്തെ പരിഹരിക്കാൻ ശക്തിയില്ലാതെ പോകുന്നത് നിർഭാഗ്യം. മാധവൻ. ആ ഖേദം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ഇന്ദുലേഖ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇന്ദുലേഖ. ഖേദം എന്താണെന്നറിഞ്ഞാൽ ഞാൻ പരിഹരിക്കാൻ നോക്കാം എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചു. ഇന്ദുലേഖ. കളിക്കൂ. മാധവൻ്റെ കുതിരയെ ഞാൻ വെട്ടാൻ പോകുന്നു. കയ്യിൽ പിടിച്ച ഖേദം പറഞ്ഞ് മേൽപോട്ട് നോക്കിയത് മതി. കളിക്കൂ. കുതിരയെ രക്ഷിക്കാൻ കഴിയുമോ കാണട്ടെ മിടുക്ക്. മാധവൻ. വരട്ടെ. ഞാനിപ്പോൾ കളിക്കുന്നില്ല. കളിച്ചാൽ ശരിയാകുകയുമില്ല. ഞാൻ കൊച്ചിന്മേൽ കുറെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കരുമേശമേൽ തന്നെ വെച്ച് മാധവൻ കൊച്ചിന്മേൽ പോയി കിടന്നു. ഇന്ദുലേഖ അവിടുന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ശാകുന്തളം നാടകം ഒക്കെ എടുത്ത്
ഒരു കസലമേൽ ഇരുന്ന് വായിച്ചു തുടങ്ങി. മാധവൻ: എന്താണ് ആ പുസ്തകം? ഇന്ദുലേഖ: ശാകുന്തളം. മാധവൻ: എവിടെയാണ് വായിക്കുന്നത്? ഇന്ദുലേഖ: എന്താണ്, ഉറക്കെ വായിക്കണോ? മാധവൻ: വായിക്കൂ. ഇന്ദുലേഖ ശ്ലോകം വായിക്കുകയാണ്. ക്ഷാമമക പോലെ മനമരുടെ കാഠിന്യമുക്തസ്കന മധ്യ ക്ലാന്തത പ്രകാര വിനതാം വംസം ഛവി പാണ്ഡുര ശോച്യ ച പ്രിയദർശന ച മതക്ലിഷ്ടേയ ലക്ഷ്യതേ പത്രമാണിവ ശോഷണേ മരുത സൃഷ്ട ലതാ മാധവി. മാധവൻ: ശിവ, ഇങ്ങനെ ഒന്ന് കണ്ടിരുന്നാൽ എൻ്റെ വ്യസനം തീർന്നിരിക്കുന്നു. ഇന്ദുലേഖ: ശകുന്തളയെ എങ്ങനെ ഇനി കാണാൻ കഴിയും? ശകുന്തളയുടെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് കണ്ണു മുറുക്കെ അടച്ച് കിടന്നോളൂ. എന്നാൽ ഒരു സമയം സ്വപ്നം എങ്കിലും കാണുമായിരിക്കും. മാധവൻ: ഇന്ദുലേഖ വളരെ സുന്ദരിയാണെങ്കിലും വിദൂഷിയാണെങ്കിലും ഇന്ദുലേഖയുടെ മനസ്സ് വളരെ കാഠിന്യമുള്ള മാതിരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദുലേഖ: അത് എൻ്റെ മനസ്സ് വളരെ കാഠിന്യമാണ്. ആട്ടെ, ശാകുന്തളത്തിൽ ഇനി ഒരു ശ്ലോകം ചൊല്ലട്ടെ. മാധവൻ: എന്താണ്? ഇന്ദുലേഖ മറ്റൊരു ശ്ലോകം വായിക്കുന്നു. അന്യഘ്രാതം പുഷ്പം കിസ്സലയ മലുനം കരദഹേ രനാവിദ്ധം രത്നം മാധുന വമന സ്വതി തരസം അഖണ്ഡം പുണ്യനാം ബലമിവ തദ്രൂപ നഗം ന ജാനേ ഭക്തോരം കമിഹ സമൂഹാസ്ഥിതി വിധി. മാധവൻ: അത് ഞാൻ ചൊല്ലേണ്ട ശ്ലോകമല്ലേ? ഇന്ദുലേഖ: ശകുന്തളത്തിലുള്ളതാണ്, ആർക്കെങ്കിലും ചൊല്ലാം. മാധവൻ: മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഒരു അഹങ്കാരം വിചാരിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: തൻ്റെ സമസൃഷ്ടികളിൽ കരുണ വേണ്ട ദിക്കിൽ അതിനു പകരം പരിഹസിച്ചാൽ അത് അഹങ്കാരമല്ലേ? ദുഷ്ടതയുള്ള അഹങ്കാരമല്ലേ? ഇന്ദുലേഖ: പരിഹസിച്ചാൽ അങ്ങനെ തന്നെ. മാധവൻ: ഇന്ദുലേഖ പരിഹസിക്കുന്നില്ലേ? ഇന്ദുലേഖ: ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വല്ലതും വായിക്കണോ? ഞാൻ അത് എടുത്തു തരാം. മാധവൻ: എനിക്കൊന്നും വായിക്കണ്ട. ഇന്ദുലേഖ: എന്നാൽ ഹരി വായിച്ചോളൂ. മാധവൻ: എനിക്കൊന്നും വായിക്കണ്ട. ദയവ് ചെയ്ത് എന്നെ പരിഹസിക്കാതിരുന്നാൽ മതി. ഇന്ദുലേഖ: എന്നാൽ ഞാൻ കുറെ വീണ വായിക്കട്ടെ. മനസ്സിന് ഖണ്ഡിതമുണ്ടെങ്കിൽ അത് പോകും. മാധവൻ: എനിക്ക് വീണ വായന കേൾക്കണ്ട. ഇന്ദുലേഖ: എന്നാൽ ഉറങ്ങിക്കോളൂ. ശകുന്തളയെയും വിചാരിച്ചോളൂ. വേണമെങ്കിൽ ആ നാടക ബുക്കും അടുക്ക വെച്ചോളൂ എന്നും പറഞ്ഞ് ഇന്ദുലേഖ ബുക്കും എടുത്ത് മാധവൻ്റെ അടുക്കൽ പോയി. പുസ്തകം വേണ്ടേ എന്ന് ചോദിച്ചു. മാധവൻ: എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്? ഇതിലെന്താണ് അങ്ങൊരു സുഖം? ഇന്ദുലേഖ: ഇത് പരിഹാസമോ? ഞാൻ അറിഞ്ഞില്ല. എന്നാൽ എന്തായാലും എനിക്ക് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതും പറയുന്നതും ബഹു സന്തോഷമാണ്. ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മാധവൻ കളിക്കൂ. കുതിരയെ തടുക്ക് കാണിക്കൂ. മാധവൻ: എനിക്ക് കുതിരയും ആനയും വേണ്ട. ഇന്ദുലേഖ: ശകുന്തളയെ വിചാരിച്ച് കിടന്നാൽ മതിയല്ലേ? മാധവൻ: അതെ, ശരി, അത് മതി. ഇന്ദുലേഖ: എന്നാൽ അങ്ങനെയാവട്ടെ. ഈയിടെ നായാട്ടിനും പോവാറില്ലേ? തോക്കുകളും വെടിയും ഘോഷവും എല്ലാം ഒന്ന് നിലച്ച് കാണുന്നുവല്ലോ. ഇതിന് എന്ത് സംഗതി? മാധവൻ: എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്ദുലേഖ: എന്താണ്, ബുദ്ധിക്ക് വല്ല സ്ഥിരക്കേടും തുടങ്ങാൻ ഭാവമുണ്ടോ? മാധവൻ: ഒരു സമയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദുലേഖ: എന്നാൽ അതിന് വല്ല ഉപശാന്തിയും വരുത്തുവാൻ നോക്കണ്ടേ? മാധവൻ: നോക്കണം. ഇന്ദുലേഖ: എന്നാൽ മാധവൻ്റെ അച്ഛനോട് ഉടനെ പറയണം. ഞാൻ പറഞ്ഞു കളയാം. എനിക്ക് ചായ കുടിപ്പാൻ സമയമായി. മാധവൻ ചായ കൊണ്ടുവരട്ടെ. മാധവൻ: എനിക്ക് ചായ വേണ്ട. ഇന്ദുലേഖ: പരിഹാരം വേണമോ? വേണ്ട. ഇന്ദുലേഖ: എന്താണ്, വയറ്റിന് സുഖക്കേടുണ്ടോ? മാധവൻ: സകല ദിക്കിലും സുഖക്കേട് തന്നെ. ഇന്ദുലേഖ: എന്നാൽ ഇത് വല്ലാത്ത സുഖക്കേട് തന്നെ. മാധവൻ: വല്ലാത്ത രോഗം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു സമയം ഇതിൽ നിന്ന് സുഖപ്പെട്ടു വരാൻ പ്രയാസം. എൻ്റെ മനസ്സിന് ഒരിക്കലും സമാധാനം വരുമെന്ന് തോന്നുന്നില്ല. ഇന്ദുലേഖ: ഈ കൊച്ചിന്മേൽ കുറെ ഇരിക്കൂ. വിരോധമുണ്ടോ? ഇന്ദുലേഖ: വളരെ വിരോധമുണ്ട്. മാധവൻ യൗവനയുക്തനായ ഒരു പുരുഷനായി ഞാനും യൗവനയുക്തയായ ഒരു സ്ത്രീയുമാണ്. പണ്ട് കട്ടിയിൽ കളിച്ച പോലെ
കളിക്കാമോ? മാധവൻ. കൊച്ചിന്മേൽ ഒന്നായി ഇരിക്കുന്നതിന് എന്താണ് വിരോധം? ഇന്ദുലേഖ. ബഹുവിരോധമുണ്ട്. ഒരിക്കലും ഒന്നായി ഇരിപ്പാൻ നമുക്ക് ഇപ്പോൾ പാടില്ല. മാധവൻ. എപ്പോഴെങ്കിലും പാടുള്ള ഒരു കാലം ഇനി ഉണ്ടാകുമോ എന്നറിയാനും നിവൃത്തിയില്ല അല്ലേ? എന്തു ചെയ്യാം? ഇന്ദുലേഖ. അതെ, ഭാവിയായ കാര്യത്തെക്കുറിച്ച് തീർച്ച പറയുവാൻ ആൾക്ക് സാധിക്കുന്നതല്ലോ. മാധവൻ ദീർഘത്തിലൊന്ന് നിശ്വസിച്ചിട്ട്. ആർക്കും പറയുവാൻ കഴിയില്ല. ശരി തന്നെ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കട്ടിപ്പട്ടര് ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു. മാധവൻ എഴുന്നേറ്റ് പോയി. ഒന്നും വിചാരിച്ച പോലെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. മാധവൻ പിന്നെ ദിവസവും കഴിച്ചു കൂട്ടിയത് പറവാൻ കൂട്ടി. എനിക്ക് സങ്കടം. ഇന്ദുലേഖ എന്തു തന്നെ പറഞ്ഞാലും ചിരിച്ചാലും കളിച്ചാലും മാധവൻ ഒരു മൗനവ്രതത്തായി. ചിലപ്പോൾ ഇന്ദുലേഖ എന്താണ് മനസ്സിനൊരു മൗഢ്യം എന്ന് ചോദിക്കും. അതിന് മാധവൻ ഉത്തരം പറയുവാൻ പുറപ്പെടുന്നതിന് മുമ്പ് ചോദിക്കും. ഒരു ദിവസം വൈകുന്നേരം ഇന്ദുലേഖ മേൽ കഴുകാൻ പോകുമ്പോൾ മാധവൻ ഇന്ദുലേഖയുടെ മാളികമേൽ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് അരപ്പായ കടലാസ് നിറച്ച് തൻ്റെ മനോവ്യതകളെ എല്ലാം എഴുതി ഇന്ദുലേഖയുടെ മേശമേൽ വെച്ചുപോയി. മാധവൻ പിറ്റേ ദിവസം രാവിലെ ഇന്ദുലേഖയുടെ മാളികയിൽ വന്ന്, ഞാൻ ഇവിടെ ഒരു കടലാസ് എഴുതി വച്ചിരുന്നുവല്ലോ, അത് വായിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദുലേഖ, എനിക്ക് ഒന്നും നിശ്ചയമില്ല എന്ന് പറഞ്ഞ മാധവനോട് വേറെ ഒരു കാര്യം ചോദിച്ചു. മാധവൻ എന്ത് തന്നെ സങ്കടം കാണിച്ചാലും അത് നിമിത്തം ഇന്ദുലേഖയ്ക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായതായി കണ്ടില്ല. ഇന്ദുലേഖയ്ക്കുണ്ടായിരുന്ന അനുരാഗം പോലും കേവലം മറച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു നാൾ നല്ല ചന്ദ്രികയുള്ള ഒരു രാത്രിയിൽ മാധവൻ തന്നെ പൂവരങ്ങും മാളികയുടെ തെക്കേ മുറിക്കേറ്റത്തെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ഇന്ദുലേഖ മാളികയുടെ മുകളിൽ നിന്ന് ജാലകത്തിൽ കൂടി നോക്കിയപ്പോൾ മാധവനെ കണ്ട് മാധവ മാധവ എന്ന് വിളിച്ചു. മാധവൻ. എന്താണ്? ഇന്ദുലേഖ. ചന്ദ്രവാലംബമോ? ചന്ദ്രിക മുകളിൽ ഈ അറയിലും ധാരാളമുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്നതിന് വിരോധമുണ്ടോ? മാധവൻ. ഞാൻ കയറി വരുന്നില്ല. ഒരു കൊച്ചിന്മേൽ ഒന്നായിരിക്കുന്നത് വിരോധമുള്ള കാര്യമാണെങ്കിൽ രാത്രി ഒരറയിൽ നാം രണ്ടാളും കൂടി ഇരിക്കുന്നതിന് വിരോധമില്ല. ഇന്ദുലേഖ. അത് ശരിയാണ്, വിരോധമുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ ഓർക്കാതെ പറഞ്ഞുപോയി. ഞാൻ ഇറങ്ങി മുറ്റത്ത് വരാം. മാധവൻ. എനിക്ക് വേണ്ടി വരണമെന്നില്ല. ഇന്ദുലേഖ. എനിക്ക് വേണ്ടി വരാം. മാധവൻ. അതിന് എനിക്ക് വിരോധമില്ല. ഇന്ദുലേഖ മുകളിൽ നിന്ന് ഇറങ്ങി മുറ്റത്തെ ബഹുമനോഹരമായ ചന്ദ്രികയിൽ മാധവൻ്റെ അടുക്കപ്പോയി നിന്നു. കയ്യിൽ തന്നെ അന്ന് വൈകുന്നേരം കെട്ടിയുണ്ടാക്കിയ ഒരു മുല്ലപ്പൂ മാലയും ഉണ്ടായിരുന്നു. അതിധവളമായിരുന്നു ചന്ദ്രികയുടെ. ഇന്ദുലേഖയുടെ മുഖവും കാന്തള ഭാരവും ശരീരവും ആകപ്പാടെ കണ്ടപ്പോൾ മാധവന് വല്ലാതെ മനസ്സിനൊരു ഭ്രാന്തി ഉണ്ടായി. ഈശ്വര, ഈ സുന്ദരിക്ക് എന്നിൽ അനുരാഗമുണ്ടായാൽ എന്നെപ്പോലുള്ള ഭാഗ്യവാന്മാർ ആരാണ്? ഇല്ലാതെ പോയെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിന്? ക്ഷണത്തിൽ ജീവത്യാഗം തമം മാധവൻ വിചാരിച്ചു. ഇന്ദുലേഖയ്ക്ക് അങ്ങുണ്ടായ വിചാരത്തിനും അശേഷം പ്രകൃത ഭേദവും കുറവുണ്ടായിരുന്നില്ല. ശക്തി അല്പം കൂടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ദുലേഖ തൻ്റെ വിചാരങ്ങൾ മനസ്സിലടക്കിയിരിക്കുന്നതിനാൽ തന്നെ. മനസ്സിനുണ്ടാവുന്ന സ്കോപങ്ങൾ ബാഹ്യ ചേഷ്ടകളെ കൊണ്ട് വളരെ ചുരുക്കുവാനും ലഘുവാക്കാനും കഴിയുന്നവളാണ്. കഠിന വ്യസനത്തിൽ ഉറക്കെ കഴിയുന്നത് ഒരുവിധം വ്യസനോത്സുകതയെ ശമിപ്പിക്കും. അങ്ങനെ തന്നെ ആഹ്ലാദത്തിലോ ഹാസ്യരസത്തിലോ ചിരിക്കുന്നതും പിന്നെ തൻ്റെ വ്യസനങ്ങളെക്കുറിച്ച് ഒരുവൻ തൻ്റെ സ്നേഹിതനോട് തുറന്ന് വെളിയായി പറയുന്നതിൽ തന്നെ അല്പം വ്യസനശാന്തി ഉണ്ടാവാം. കഠിന വ്യസനം ഉള്ളിൽ ഉള്ളത് കേവലം മറച്ച് വേറെ ഒരു രസം നടക്കുമ്പോഴാണ്. ഒഴുകിപ്പോകുന്ന വെള്ളത്തെ ഇടയിൽ കെട്ടി നിർത്തിയാൽ ഉണ്ടാവുന്നത് പോലെ ഉള്ളിൽ നിർത്തുവാൻ നിവൃത്തിയില്ലാത്ത വിധം അധികരിക്കുന്നതും ചിലപ്പോൾ വിചാരിക്കാതെ പുറത്തു ചാടിപ്പോകുന്നതും. മുറ്റത്ത് വന്ന ചന്ദ്രികയിൽ മാധവൻ്റെ അതികോമളമായ മുഖത്ത് നിന്ന് സൃഷ്ടമായി കാണാവുന്ന വ്യതയെ കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് മനസ്സ് സഹിച്ചെന്ന് തന്നെ പറയാം. ഒന്നാമത് ചന്ദ്രിക എന്നത് തന്നെ മനസ്സിന് വളരെ ഉദ്ദീപനകരമായ ഒരു സാധനമാണ്. അങ്ങനെയുള്ള ചന്ദ്രികയിൽ മാധവനെ പോലെ തന്നോടും തനിക്ക് കഠിനമായ അനുരാഗം അന്യോന്യമുള്ള അതിസുന്ദരമായ ഒരു യുവാവ് തന്നെ അടുത്ത് കാണുമ്പോൾ ഈ ഇന്ദുലേഖയ്ക്ക് കഠിനമായ വ്യത ഉണ്ടായി എന്നും പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയെല്ലാം ഉണ്ടായെങ്കിലും തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും ക്ഷമയാലും ധൈര്യത്താലും ഇന്ദുലേഖ തൻ്റെ മനോവ്യതയെ ലേശം കൂട്ടാതെ തന്നെ നിന്നു. ഉടൻ തന്നെ രണ്ടാളും ഒന്നും പറയാതെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ഇന്ദുലേഖ താഴെ കാണിക്കുന്ന ഒരു ശ്ലോകം കൂടി ചൊല്ലി. സ്വൈര്യം കൈരവ കോരകാൻ വിതലയന്നം മനഃഖേദയ
നംഫോജാനി നിമിലിയൻ മൃദംഗശമനം സമൂലന്മാർ ജ്യോത്സനാം കന്തളൻ ദിശോ ധവളയന്നം രോതി മുഥ്യേലൻ കോകൻ നാലക്കൻ ഥമ കബളി എന്നിസുത ഭുജം ഫതേ. മാധവൻ: ഈ ശ്ലോകം ഉണ്ടാക്കിയ ആൾ ചന്ദ്രൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാം ശരിയായി അറിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: മൃഗസമാനം സമൂലന്മാർ എന്ന പറഞ്ഞ ഗുണം ശരിയായി ഉള്ളതാണെങ്കിൽ അത് ഇപ്പോൾ കാണണ്ടേ? ഇന്ദുലേഖ ചിരിച്ചുകൊണ്ട്: എന്നാൽ വേറെ ഒരു ശ്ലോകം ചൊല്ലാം. യാമിനി കാമിനി കർണകണ്ഡലം ചന്ദ്രമണ്ഡലം മാരനാരാ ച നിർമ്മണാശണ ചക്രമീ ബോധിത്വം. മാധവൻ: മാരനാചാരങ്ങൾ സ്ത്രീകളിൽ കുറേ കാലമായി പ്രയോഗിച്ചു വരാറില്ലെന്ന് തോന്നുന്നു. ഇന്ദുലേഖ: സ്ത്രീകൾ സാധുക്കളല്ലേ, ഭീരുക്കളല്ലേ? കാമദേവന് ദയ തോന്നി വേണ്ടെന്ന് വെച്ചതായിരിക്കും. മാധവൻ: എന്നാൽ ആ കാമദേവൻ മഹാദുഷ്ടനെന്ന് മാത്രമല്ല, ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ പറയും. സ്ത്രീകളിൽ ദയ കൊണ്ട് പ്രയോഗിക്കുന്നതിൽ പിന്നെ പുരുഷന്മാരിൽ പ്രയോഗിച്ചിട്ട് എന്താണ് ഒരു സാധ്യം? പുരുഷന്മാരെ പ്രയോജനമില്ലാതെ ഉപദ്രവിക്കുന്നതെന്തിന്? ഇന്ദുലേഖ: അത് ശരി. എന്നാൽ പുരുഷന്മാരെ ഉപദ്രവിച്ചാൽ അവർ ശക്തരാകയാൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സാധുക്കളായ സ്ത്രീകളിൽ പുരുഷന്മാർ നേരിട്ട് ഉപദ്രവിച്ചോളും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കാമദേവൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ ഇതാ ഒരു മുല്ലപ്പൂ കൊണ്ട് വന്നിരിക്കുന്നു. ഇത് ഇന്ന് ഞാൻ തന്നെ കെട്ടിയുണ്ടാക്കിയതാണ്. ഇതിൻ്റെ നായകമണിയാക്കി കെട്ടിയിരിക്കുന്ന ഈ ചെറിയ താമരപ്പൂവ് ഞാൻ തന്നെ ഇന്ന് രാവിലെ പൂവള്ളി പടിഞ്ഞാറെ കുളത്തിൽ നിന്ന് പറിച്ചതാണ്. ഈ മാല മാധവൻ്റെ കുടുമയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് എടുത്തോളൂ. മാധവൻ മുല്ലമാല കൈകൊണ്ട് വാങ്ങി. വാങ്ങുമ്പോൾ മാധവൻ്റെ കൈ വിറയ്ക്കുന്നു എന്ന് ഇന്ദുലേഖയ്ക്ക് മനസ്സിലായി. എന്താണ് കൈ വിറയ്ക്കുന്നത്? മാധവൻ: കാമദേവൻ്റെ ബാണമല്ലേ, ഭയപ്പെട്ടിട്ട് വിറ തന്നെ. ഇന്ദുലേഖ ഒന്ന് ചിരിച്ചു. മാധവൻ താമരപ്പൂവ് കയ്യിൽ നോക്കിക്കൊണ്ട്: ശോഭ സർവസ്വമർഷം പ്രഥമ പഹൃദയത്വയാം ലോചനാഭ്യം മാധുരസാരം തവ കവളസമാർദ്ദവം ത്വൽ പ്രതികൈ സ്ഥാനഭ്രംശോ മഹിയാനഭി ച വിരചിത ത്വമുഖ സ്പർദ്ധിതാം വൈ പത്മനാം ബന്ധനാത്വം വിരമ വരദനോഭിഷ്ടപക്ഷേണ കിം സ്വാൽ. ഇന്ദുലേഖ: ഒന്നാന്തരം ഒരു ശ്ലോകം. എനിക്കിത് പഠിക്കണം. മാധവൻ: ഈ മാലയിൽ ഒരു ചെറിയ കഷ്ണം ഞാൻ മുറിച്ചെടുത്ത് കുടുമയിൽ ചൂടാം. ശേഷം മുഴുവൻ ഇന്ദുലേഖയുടെ തലമുടിയിൽ തന്നെ വയ്ക്കുന്നതാണ് യോഗ്യത. ഇന്ദുലേഖ: യോഗ്യത എങ്ങനെയെങ്കിലും ആവട്ടെ, മാധവൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. മാധവൻ: ഇഷ്ടം പോലെ ചെയ്യുവാൻ സമ്മതമോ? ഇന്ദുലേഖ: മാലയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ചെയ്തോളൂ. മാധവൻ മാല കഷ്ണിച്ച് ഒരു ചെറിയ കഷ്ണം തൻ്റെ കുടുമയിൽ വെച്ചു. ശേഷം മുഴുവനും കയ്യിൽ തന്നെ പിടിച്ച് ഇന്ദുലേഖയുടെ മുഖത്ത് നോക്കി. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: ഇത് ഞാൻ തന്നെ ഇന്ദുലേഖയുടെ തലമുടിയിൽ തിരികെ തട്ടെ. ഇന്ദുലേഖ: എൻ്റെ തലമുടിയിലോ? മാധവൻ: അതെ. ഇന്ദുലേഖ: മാധവൻ്റെ കൈകൊണ്ടോ? മാധവൻ: അതെ. ഇന്ദുലേഖ ഒന്നും മിണ്ടാതെ മന്ദഹസിച്ചുകൊണ്ട് നിന്നു. മാധവൻ പുഷ്പമാല ഇന്ദുലേഖയുടെ കന്തളത്തിന് ഭംഗിയായി വെച്ചു കഴിഞ്ഞ ഉടനെ ഇന്ദുലേഖ: ഇതെല്ലാം അക്രമമാണ്. മാധവൻ എൻ്റെ വലിയച്ഛൻ്റെ മരുമകനാണെങ്കിലും ബാല്യം മുതൽ അന്യോന്യം കളിച്ചു വളർന്നവരാണെങ്കിലും എല്ലായ്പ്പോഴും നാം കുട്ടികളല്ലെന്ന് ഓർക്കേണ്ടതാണ്. മാധവൻ: ഈ മാല ഇന്ദുലേഖയുടെ തലമുടിയിൽ വച്ചപ്പോൾ ഞാൻ കുട്ടിയാണെന്ന് അശേഷം ഓർത്തില്ല, നല്ല യുവാവാണെന്ന് തന്നെ വിചാരിച്ചു. ഇന്ദുലേഖ: ആ സ്ഥിതിക്ക് മാധവൻ എന്നെ എങ്ങനെ തൊടും? മാധവൻ: ഞാൻ തൊട്ടത് കണ്ടില്ലേ? ഇന്ദുലേഖ: അതാണ് അക്രമമെന്ന് പറഞ്ഞത്. മാധവൻ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട്: എന്നെ എന്തിനിങ്ങനെ വലപ്പിക്കുന്നു? ഇന്ദുലേഖയെ കൂടാതെ അരനിമിഷം ഈ ഭൂമിയിൽ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമില്ല. ഇന്ദുലേഖ മനസ്സിൽ വന്ന വ്യസനത്തെ സ്ഥിരമായി അടക്കിക്കൊണ്ട്: എന്നോട് കൂടാതെ ഇരിക്കണമെന്ന് ആര് പറഞ്ഞു? മാധവൻ: കൂടാതെ എന്ന പറഞ്ഞ വാക്കിന് ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെയാ ഇന്ദുലേഖ എന്നോട് ഇപ്പോൾ പറയുന്നത്. ഇന്ദുലേഖ: എന്താണ് മാധവൻ ഉദ്ദേശിച്ചത്? അതിൻ്റെ അർത്ഥം? മാധവൻ:
കൂടാതെ എന്ന് പറഞ്ഞത് ഇന്ദുലേഖയുമായി രാവും പകലും ഒരുപോലെ വിനോദിപ്പാനുള്ള സ്വാതന്ത്ര്യവും ഭാഗ്യവും കൂടാതെ എന്നാണ്. ഇന്ദുലേഖ: നേരം വൈകി, മഞ്ഞ് വീഴുന്നുണ്ട്, പോയി കിടന്നോളൂ. നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിൽ വരണേ. മാധവൻ: ശരീരവും മനസ്സും വ്രണപ്പെട്ട പോലെ വേദനയുള്ള എനിക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും? ഇന്ദുലേഖ: അതിന് വ്രണവിരോപണമായ വല്ല മരുന്നും സേവിച്ച് സുഖപ്പെടുത്തണം. മാധവൻ: ഞാൻ അതിനൊരു മരുന്ന് കണ്ടിട്ടുണ്ട്, ഒരു പ്രമാണപ്രകാരം. ആ പ്രമാണം പറയാം. മരുന്ന് തരുമോ? ഇന്ദുലേഖ: എന്താണ് പ്രമാണം? കേൾക്കട്ടെ. മാധവൻ: ഇന്ദിവരാക്ഷി തവ തീക്ഷ്ണകടാക്ഷബാണ പാദവ്രണ്ണേ ദ്വിവിധ മൗഷധമേവ മന്യേ ഏകം തദ്ദീയ മദരാമൃത പാനമന്യേ ദുത്തുംഗപീനഗു ചകുങ്കുമ ലേപ. ഇന്ദുലേഖ: ശരി, നല്ല പ്രമാണം. ഈ മരുന്ന് എവിടുന്ന് കിട്ടും? മാധവൻ: ഇന്ദുലേഖയുടെ കൈവശമുണ്ടല്ലോ. ഇന്ദുലേഖ: അതിപ്പോൾ എടുക്കാൻ പാടില്ല. മഞ്ഞു വളരെ. ഞാൻ പോണു. മാധവൻ: പോയി കിടന്നുറങ്ങൂ. ഭ്രാന്തന്മാരെ പോലെ ആവരുത്. മാധവനാട്ടെ, എനിക്ക് ആ മരുന്ന് എപ്പോഴെങ്കിലും കിട്ടുമോ? ഇന്ദുലേഖ: കിട്ടും എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പരമഭാഗ്യവാനായി. എന്നെ ഇങ്ങനെ തവിപ്പിക്കരുത്. ആ വാക്കു മാത്രം ഒന്ന് പറഞ്ഞു കേൾക്കണം. അതിന് എനിക്ക് ഭാഗ്യമുണ്ടോ? ഇന്ദുലേഖ: എനിക്ക് ഉറക്കം വല്ലാതെ വരുന്നു. ഞാനിതാ പോകുന്നു. ഇന്ദുലേഖ ക്ഷണേന മാളികയിലേക്ക് കയറിപ്പോയി. ഇന്ദുലേഖ പോയ വഴിയും നോക്കി മാധവൻ വിഷണ്ണനായി അതിപരിതാപത്തോടെ നിന്നു. ഇന്ദുലേഖ മുകളിലേക്ക് പോയി എന്നേ ഉള്ളൂ. മുകളിൽ അറയിലെത്തിയതു മുതൽ ജാലകത്തിൽ കൂടി മാധവൻ മുറ്റത്ത് നിന്ന് പോവുന്നത് വരെ മാധവനെ തന്നെ നോക്കിക്കൊണ്ടേ നിന്നു. അതിന് ഇങ്ങനെ മാധവനും ഇന്ദുലേഖയുമായി അന്യോന്യം നടന്ന സല്ലാപങ്ങളെക്കുറിച്ച് പറയുന്നതാൽ വളരെ പറയേണ്ടി വരും. പിന്നെ വിശേഷിച്ച് ഒരു പൂർവകഥാ സംഗമം മാത്രമാണല്ലോ. എങ്കിലും ഒരു ദിവസം ഇവർ തമ്മിലുണ്ടായ ഒരു സല്ലാപം കൂടി എൻ്റെ വായനക്കാരെ മനസ്സിലാക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടാവുന്നതിനാൽ പറയുന്നു. ഇന്ദുലേഖയെ തന്നെ രാവും പകലും വിചാരിച്ചു മാധവൻ്റെ മനസ്സിന് പുകച്ചിലായി തീർന്നു. ഒരു രാത്രിയിൽ മാധവൻ ഉറങ്ങാൻ ഭാവിച്ചു കിടക്കുന്നു. ഉറക്കം എന്തു ചെയ്തിട്ടും വരുന്നില്ല. അങ്ങനെ കിടക്കുമ്പോൾ മാധവന് തോന്നി, എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇന്ദുലേഖയ്ക്ക് എന്നോട് അനുരാഗമുണ്ടെങ്കിൽ ഇതിന് എത്രയോ മുമ്പ് എൻ്റെ ഭാര്യയായി ഇരിക്കുമായിരുന്നു. എൻ്റെ മേൽ സ്നേഹമുണ്ടായിരിക്കാം. അനുരാഗമുണ്ടോ എന്ന് ഇനിയും എനിക്കും സംശയം. പിന്നെ എന്നേക്കാൾ എത്രയോ യോഗ്യന്മാരും ധനവാന്മാരുമായ ആളുകൾ ഇന്ദുലേഖയെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇന്ദുലേഖയ്ക്ക് തന്നെ അറിവുള്ളതിനാൽ അങ്ങനെ യോഗ്യന്മാരായവരിൽ ഒരുവനുമായി ചേർച്ചയായി മനസ്സിനെ അന്യോന്യം രഞ്ജിപ്പിച്ച് ഭാര്യാഭർത്താക്കന്മാർ ഇരിക്കണമെന്നായിരിക്കും ഇന്ദുലേഖയുടെ താല്പര്യം. സ്ത്രീയുടെ മനസ്സിനെ എങ്ങനെ അറിവാൻ കഴിയും? എത്ര തന്നെ പഠിപ്പുണ്ടായാലും സ്ത്രീ സ്വഭാവമായിരിക്കാം. പിന്നെ ഞാൻ എന്തിനാ വെതാവെ ഖേദിക്കുന്നു? ഇനി ഇന്ദുലേഖയെക്കുറിച്ച് എങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ തവിപ്പിക്കുകയില്ല. നിശ്ചയം. രാവിലെ തോക്കുകൾ എടുത്ത് ശിക്കാറിന് പോകണം. അച്ഛനും വരുമായിരിക്കും. വളരെ ദിവസങ്ങളായി ശിക്കാർ പോയിട്ട്. ഈ ഒരു മനോവ്യത കൊണ്ട് എൻ്റെ പൗരുഷങ്ങൾ എല്ലാം നശിക്കാറായി. അങ്ങനെ വരുത്തരുത്. ഞാൻ ബുദ്ധിഹീനനായിട്ട് ഇങ്ങനെ കിടന്ന് വലയുന്നത് എനിക്ക് ചെറുപ്പമാണ്. ഇന്ദുലേഖയ്ക്ക് ഭർത്താവ് ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇനി ഒരു വലിയ ഉദ്യോഗസ്ഥനോ മറ്റോ ആവുന്നതുവരെ ഒരിക്കലും ഇന്ദുലേഖ ഭർത്താവ് വേണമെന്ന് വെച്ച് ഇരിക്കുകയില്ല. പിന്നെ ആ മോഹം വ്യത. ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിനെ വ്യസനിപ്പിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. ബഹുധൈര്യത്തോടെ കണ്ണടച്ചു ഉറങ്ങണം എന്ന് ഉറച്ചു കിടന്നു. കണ്ണടച്ച നിമിഷത്തിൽ ഇന്ദുലേഖയുടെ നീണ്ട കണ്ണുകളും ചെന്താമര പൂവ് പോലെ ശോഭയുള്ള മുഖവും കുന്തളഭാരവും മധുരവും മുമ്പിൽ വെളിവായി കാണുന്നത് പോലെ തോന്നി. കണ്ണുമിഴിച്ചു. ഒന്നും കണ്ടതുമില്ല. മാധവൻ എഴുന്നേറ്റിരുന്നു. ബഹുധൈര്യം നടിച്ച് ഇനി ഞാൻ ഇന്ദുലേഖയെ വിചാരിക്കുകയില്ല എന്ന് തീർച്ചയാക്കി ഉറച്ചു. അപ്പോൾ തൻ്റെ അറയുടെ വാതിൽക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. മാധവൻ: ആരാണത്? ഞാൻ തന്നെ. പൂവഴങ്ങിൽ നിന്ന് ഒരു മാല തന്നയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ദുലേഖയുടെ ദാസി അമ്മു എന്ന സ്ത്രീ മാധവൻ്റെ അറയിൽ കടന്ന് തൻ്റെ കയ്യിലുള്ള ഒരു പന്നീർ ചെമ്പകമാല മാധവൻ വശം കൊടുത്തു. മാധവൻ മാല വാങ്ങി അത് നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അമ്മു: നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചെല്ലാതിരിക്കരുതെന്ന് തീർച്ചയായി പറഞ്ഞിരിക്കുന്നു. മാധവൻ: ഞാൻ പുലരാൻ 4 നാഴികയുള്ളപ്പോൾ നായാട്ടിന് പോകുന്നു. അച്ഛനും വരുമായിരിക്കും. നാളെ അസ്തമിച്ചിട്ടേ മടങ്ങി വരൂ എന്ന് പറയൂ. അമ്മു: അങ്ങനെ തന്നെ പറയാം.
എന്നാൽ പുലർച്ചയ്ക്ക് കാണണമെങ്കിൽ കാണാൻ ശരിയാവും. തിരുവാതിരക്കുളി ഉണ്ടല്ലോ, അമ്മ 7-8 നാഴിക വെള്ളി വച്ചാനുള്ളപ്പോൾ ഉണർന്ന് കുളപ്പുരയിൽ കുളിപ്പാൻ പോവാറ് പതിവാണ്. മാധവൻ: രാത്രി എനിക്ക് പെണ്ണുങ്ങളെ വന്ന് കാണുവാൻ പാടില്ല. മറ്റന്നാൾ രാവിലെ കാണാമെന്ന് പറയൂ. അമ്മു മന്ദഹസിച്ചുകൊണ്ട് പറയാം എന്ന് പറഞ്ഞ് ഇന്ദുലേഖയുടെ മാളികയിലേക്ക് പോയി വിവരം പറഞ്ഞു. ഇന്ദുലേഖ വീണ്ടും ദാസിയെ വേറൊരു വിവരം പറഞ്ഞ് മാധവൻ്റെ അടുക്കലേക്ക് അയച്ചു. ഇത് ഇന്ദുലേഖ എന്ന നോവലിൻ്റെ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു ഭാഗമാണ് വായിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗവുമായിട്ട് കാണാം. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.